ഞാൻ ഓം നമ ശിവായ, ഓം നമോ നാരായണ ജപിക്കാറുണ്ട്. അപ്പൊ ഞാനൊരു ജോത്സ്യന്റെ അടുത്ത് എന്റെ പ്രശ്നങ്ങൾ പറയാനായിട്ടൊന്ന് പോയിരുന്നു. അപ്പൊ എന്നോട് ജപിക്കാറുണ്ടോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓം നമ ശിവായ, ഓം നമോ നാരായണ ജപിക്കാറുണ്ടെന്ന് പറഞ്ഞു. ആ ജോത്സ്യൻ എന്നെ അവിടെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നിങ്ങൾ നശിക്കുന്നത് ഇതുകൊണ്ടാണ്, നിങ്ങളോട് ആര് പറഞ്ഞു ഓം ജപിക്കാനായിട്ട്? ഓം ജപിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ നശിക്കുന്നേ എന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഒരു ശാപം എന്താണെന്ന് പറഞ്ഞാല്, ഒന്ന് നമ്മള് എന്താണ് എന്ന് അങ്ങയോട് കൃത്യമായ ഒരു ഉത്തരം മൂപ്പര് തന്നിട്ടില്ല അല്ലെ. നമ്മള് ഒരാളോട് ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ വ്യക്തമായ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരാളോട് പറയാണ് പുകവലിക്കരുത്, അങ്ങനെ പറഞ്ഞ ഒരാൾ പുകവലിക്കാണ്ടിരിക്കോ? എന്നാൽ പുകവലിച്ചാൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വരും എന്ന വസ്തുനിഷ്ഠമായി പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് പുകവലിക്കാതിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട ഒരു പോളിസി, എന്തെങ്കിലും നമ്മളോട് ഒരാള് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കണം, ശരിയാണ്. പക്ഷെ അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് കൂടി പറഞ്ഞു തരുന്ന ആളിന്റെ അടുത്ത് മാത്രമേ ആ പാടില്ല എന്നുള്ള നിർദ്ദേശം നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഉപരിപ്ലവമായിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അയാൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, അത് എന്തുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞാൽ. ഓം നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി നമ്മുടെ ഉള്ളിലുള്ള ഗുരുതത്വം ഉണർത്താൻ വേണ്ടിയിട്ട് ശ്രീവിദ്യ ദീക്ഷയിലെ ഏറ്റവും ആദ്യം കൊടുക്കുന്ന മന്ത്രമാണ്. അതെങ്ങനെയാണ് നിങ്ങൾ നശിപ്പിക്കുക? എനിക്കൊരു ഗുരുനാഥന്റെ ഉപദേശം കിട്ടി ഞാൻ ജപിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്നെ ഒത്തിരി എന്നെ വഴക്ക് പറഞ്ഞു. ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തെ, ഞാനിപ്പം എത്രയോ നല്ല നല്ല ജ്യോത്സ്യരൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാടടച്ച് വെടിവെക്കുന്നല്ല, വളരെ ശാസ്ത്രീയമായി പഠിച്ചതും വളരെ എന്താ പറയാ രീതിയിൽ അതിന്റെ യഥാർത്ഥ കാമ്പ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന എത്രയോ ജ്യോത്സ്യരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഈ പറയുന്ന പോലെ ചില കള്ള നാണയങ്ങൾ, ഈ പറയുന്ന പോലെ അവർക്കൊക്കെ ഒരു ആക്ഷേപമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഈ അമ്മ പറഞ്ഞത് സത്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇവരാണ് ഇവരെ വഴിതെറ്റിക്കുക. ശരിക്കും ശ്രീവിദ്യ ദീക്ഷയിൽ ഇപ്പൊ നമ്മൾ ശ്രീവിദ്യ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം തരുന്ന മന്ത്രം ഓം നമശിവായ ജപിക്കാനാണ്. അക്ഷരലക്ഷ്യം ജപിക്കാൻ പറയുന്നത് എന്തിനാണ്? എന്റെ ഉള്ളിലുള്ള ഗുരുതത്വം ഉണരാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് നിങ്ങളെ നശിപ്പിക്കുക? അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ചൊല്ലിക്കോ. യാതൊരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട. കാരണം ശരിക്കും ഗുരു പരമ്പര തുടങ്ങുന്നത് തന്നെ ആ ശിവനിൽ നിന്നാണ്. ആ ശിവനിൽ നിന്നാണ് ഗുരു പരമ്പര തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ടാണ് ഓം നമശിവായ നമ്മളെ കൊണ്ട് ജപിക്കുന്നത് ഫസ്റ്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഇനി അത് പറഞ്ഞ ശേഷം എനിക്ക് ജപിക്കുമ്പോൾ മുഴുവൻ ഒരു ടെൻഷൻ. ഓം നമശിവായ ജപിക്കണോ, നമശിവായ ജപിക്കണോ, അങ്ങനെ ഭയങ്കര ഒരു ഇതാണ്. എപ്പോഴായാലും ഇനി നാളെ ആയാലും നിങ്ങളോട് ആരെങ്കിലും നോ പറയുന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ചോദിക്കുന്നത് ശരി ഞാൻ ഇത് സ്വീകരിക്കാം, അതിന്റെ പ്രമാണം ഒന്ന് പറഞ്ഞേരും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞേരും. അവര് പറയുന്നത് ഒരു ഗുരുവിന്റെ ഉപദേശം അല്ലാതെ ജപിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ഗുരുവിന്റെ ഉപദേശം കിട്ടിയതാണെന്ന് പറഞ്ഞിട്ടും പുള്ളി പറഞ്ഞ ആ യൂട്യൂബിൽ ഓരോരുത്തർ വരും അതെന്നൊക്കെ പറഞ്ഞ എന്നെ കുറെ ചീത്ത പറയും. ഫേമസ് ആയ ഒരു ജ്യോത്സ്യനാണ്. ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ട ആളാണ്, ആത്മവിശ്വാസം കെടുത്തേണ്ട ആളല്ല ശരിക്കും. അവര് ശരിക്കും, ഞാൻ പറയാം എന്റെ ഭാഷയിൽ, അവര് സോഷ്യൽ കൗൺസിലേഴ്സ് ആയിരുന്നു. പഴയ കാലത്ത് കൗൺസിലിംഗ് ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഗ്രഹം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ ഇപ്പൊ നിൽക്കുന്ന അവസ്ഥ മനസ്സിലാവും, ഇപ്പൊ അയാളുടെ അവസ്ഥ. പക്ഷെ എന്ത് ചെയ്യും, ജ്യോത്സ്യന്മാര് പ്രവചിക്കാൻ തുടങ്ങും, നാളെ ഇങ്ങനെയാവും മറ്റന്നാൾ. പ്രവചനം ശരിക്കും ഭാരതീയ ജ്യോതിഷമല്ല. ഭാരതീയ ജ്യോതിഷം ശരിക്കും കാൽക്കുലേഷൻ, കാലഗണന മാത്രമേ ഉള്ളൂ. പ്രവചനം എന്ന ശാഖ നമ്മളിൽ പിന്നീട് അലക്സാണ്ടറിന്റെ കാലം തൊട്ട് ഗ്രീക്കുകാർ കൊണ്ടുവന്ന് ഗ്രീക്ക് ജ്യോതിഷത്തിൽ നിന്ന് നമ്മുടെ ജ്യോതിഷത്തിലേക്ക് വന്നു പോയ അല്ലെങ്കിൽ സ്വീകരിച്ച ഒരു ഭാഗമാണ് ഈ പ്രവചനം ഭാരതീയ ജ്യോതിഷമല്ല. അതുകൊണ്ട് ദയവേത് നിങ്ങൾ ജ്യോത്സ്യനെടുത്ത് ഒരു പ്രവചനത്തിന് നിൽക്കരുത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾക്ക് രാശി നോക്കാം, ഇപ്പോഴുള്ള ഗ്രഹനില എന്താണ്, അത് പ്രകാരം എനിക്ക് ഇപ്പോഴുണ്ടാകുന്ന അവസ്ഥ ഇതാണ്. ഈ അവസ്ഥയിൽ നിന്ന് തരണം ചെയ്യാൻ നിങ്ങൾ സഹായം എടുക്കേണ്ടത് ഉപാസനയുടേതാണ്. അത് ഞാൻ പറയുന്ന ഉപാസന തന്നെ എടുക്കണം എന്നുള്ള യാതൊരു നിർബന്ധമില്ല. ഏത് ദേവതയുടെയും ഉപാസന നിങ്ങൾ ആ സമയത്ത് സ്വീകരിക്കാം, ഗ്രഹനില പ്രകാരം നോക്കിയിട്ട് ഏതാണ് ഉപാസന. അതുപോലെ തന്നെ എനിക്ക് ഞാൻ നേരത്തെ സംസാരിച്ചത്, എനിക്ക് നടക്കാൻ വയ്യാത്തൊരു മോനൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും ഈ അമ്പലത്തിലൊന്നും പോകാൻ പറ്റാറില്ല. അപ്പൊ എന്നോട് ചോദിച്ചു അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കേ പോവാറുള്ളൂ. അപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞു ദിവസം അമ്പലത്തിൽ പോകണം, അത് അമ്പലത്തിൽ പോവാത്തത് കൊണ്ടും ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടൊക്കെയാണ് എന്റെ നാശങ്ങള്. ഞാനൊരു കാര്യം ചോദിക്കാം. മാതാ അമൃതാനന്ദമായി ഏത് ക്ഷേത്രത്തിലാണ് നിത്യേന പോയി തൊഴാറുള്ളത്? ഒന്ന് പറയൂ. തൊഴാറുണ്ടോ? ഇല്ല. അതെന്താ?
അവര് ഗുരു പറഞ്ഞ പോലെ അവരൊരു ദേവിയായിട്ട് തന്നെ ഒന്നുമല്ല. ഇത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്റെ റിഫ്ലക്ഷൻ ആണ്, എനിക്ക് കാണാനുള്ള ഒരു കണ്ണാടിയാണ്. അത് നമ്മൾക്ക് എവിടെ വെച്ചിട്ടും എനിക്ക് എന്നെ തന്നെ ദർശിക്കാം. പക്ഷെ അത് അമ്പലത്തിൽ പോകുന്നത് ആ ഒരു അന്തരീക്ഷം കുറച്ചും കൂടെ നമ്മളിപ്പോ എന്നെ ഇപ്പൊ ഞാൻ ഈ എടുക്കുന്ന സെഷൻ, സൂം സെഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കാണാം. ഓക്കെ, അതേ സെഷൻ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിന്ന് കാണാം. അതേ സെഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള LED-യിലും കാണാം, അല്ലെ? ഗൂഗിൾ TV ഉണ്ടെങ്കിൽ അങ്ങനെയും കാണാം. മൂന്ന് എന്താണ് ഒരേ ആശയമാണ്, പക്ഷെ നിങ്ങൾക്ക് 3 തലത്തിലാണ്. നിങ്ങൾക്ക് 3 തരുന്ന അനുഭവം വ്യത്യാസമാണ്, അല്ലെ? വലിയ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ രസകരമായി തോന്നും. ലാപ്ടോപ്പിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഇതുണ്ടാവും, മൊബൈലിൽ കാണുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെയിൻ ആണ്. പക്ഷെ ഒരേ ആശയമാണ്. ഇത് തന്നെയാണ് ഈശ്വരാരാധന. വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ മൊബൈലിൽ കാണുന്ന പോലെ, കാരണം വീട്ടിലെ ഒരു അന്തരീക്ഷമുണ്ട്, കുട്ടികൾ, ബാക്കി ബഹളങ്ങള്. പക്ഷെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ ക്ഷേത്രാരാധന. പിന്നെ ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്കൊരു ആ ശിലയിൽ നിന്നൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നു, അങ്ങനെ അവിടെ അങ്ങനെ ഒരു അല്ല, അത് എന്തുകൊണ്ടാണ് എന്താ, ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ കൃത്യമായിട്ട്. നിങ്ങളുടെ വീട്ടിൽ ഓണസദ്യ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓണസദ്യ ഉണ്ണാൻ പോവാണ്. നിങ്ങൾ ആ ഓണസദ്യ നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചണിൽ നിന്ന് കഴിക്കാം, ബെഡ്റൂമിൽ നിന്ന് കഴിക്കാം, നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ നിന്ന് കഴിക്കാം, ഇനി അതല്ല വരാന്തയിൽ നിന്ന് കഴിക്കാം. ഒരേ ഓണസദ്യയാണ്. പക്ഷെ ഈ ഇത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീല് വ്യത്യാസമില്ലേ? നിങ്ങൾ വീടാണ്, പക്ഷെ ഒരേ ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത്, പക്ഷെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് കഴിക്കുന്നത്, ഇല്ലേ? അത് യഥാർത്ഥമായി ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫീലോട് കൂടി കഴിക്കാൻ പറ്റും. അതല്ലാത്ത സ്ഥലത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഈശ്വരാരാധന. ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ ഈ പറയുന്ന പോലെ നല്ലൊരു അനുഭവം നമുക്ക് കിട്ടാനുള്ള അന്തരീക്ഷമുണ്ട് അവിടെ. അത് പക്ഷെ ചില ആളുകൾക്ക് ദൈനംദിന ജീവിതത്തിൽ പോകാൻ പറ്റില്ല. എന്ത് വെച്ചിട്ട് അയാളിൽ ഈശ്വരൻ പ്രസാദിക്കില്ല എന്നാണോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈശ്വരൻ സർവ്വവ്യാപിയാണ്, എന്റെ ശ്വാസത്തിൽ പോലും ഉണ്ട്. പക്ഷെ അത് ഞാൻ തിരിച്ചറിഞ്ഞാൽ മതി. ഇപ്പൊ ഹിമാലയത്തിൽ ഏത് ക്ഷേത്രം ഉണ്ടായിട്ടാണ് അവിടെ പോയിട്ട് ആളുകൾ താമസിക്കണേ? നമ്മുടെ യോഗീശ്വരന്മാർക്കൊക്കെ ബോധോദയം ഉണ്ടായത് ഇവിടെ. ബുദ്ധൻ ഏത് ക്ഷേത്രത്തിൽ ഇരുന്നിട്ടാണ് ബോധോദയം ഉണ്ടായത്? നിങ്ങൾ തന്നെ പറയും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈശ്വരനെ എവിടെ നിന്നും സാക്ഷാത്കരിക്കണം. അതിനുള്ള മനോബലം ഉണ്ടാവണം നമുക്ക്. മനോബലം ഇല്ലാത്ത ആളുകളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ, ക്ഷേത്രം സ്പിരിച്വൽ ജിമ്മാണ്. ആ ജിമ്മിൽ പോയി നമ്മൾ എക്സസൈസ് ചെയ്യും, അല്ലേ? വീട്ടിൽ പണിയൊന്നും ചെയ്യാത്ത ആളല്ലേ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യാം? നല്ല ശാരീരിക അധ്വാനമുള്ള ആളാണെങ്കിൽ അയാൾക്ക് ജിമ്മിൽ പോകണം? വേണ്ട. ഇത്രേ ഉള്ളൂ. സോ സിമ്പിൾ. അതുകൊണ്ട് അവനവന്റെ ലോജിക് ഉപയോഗിച്ചാൽ തന്നെ മതി ഇതിന് ശരിക്കും. ഏതെങ്കിലും ഒരു നാമം എടുത്ത് സ്ഥിരം ജപിക്കുകയാണ്. കേൾക്കുന്നില്ല, കുറച്ച് സൗണ്ട് കൂട്ടി പറയാവോ? സഹസ്രനാമത്തിലെ ഏതെങ്കിലും ഒരു നാമം എടുത്ത് നമ്മൾ സ്ഥിരം നാമജപം പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് ഏതായിരിക്കും ഏറ്റവും നല്ലത്? അത് മന്ത്രോപാസന പോലെ തന്നെയാണ്. അത് ഈ 1000 നാമത്തിൽ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യം എന്നുള്ളത് നമ്മൾ അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് പേഴ്സണലി മെസ്സേജ് അയക്കാം. അതനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ജനറലി ഏത് ഗുണം നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുന്ന പോലെയാണ്. എന്താ വെച്ചാൽ മാതൃഗുണമാണോ വേണ്ടത്? ശ്രീ മാത്രേ നമഃ എടുക്കാം. അങ്ങനെ ദേവിയുടെ അനന്തമായ ഗുണങ്ങളുണ്ട്. അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതിൽ, അല്ലെ ആ ഇഷ്ടം മാത്രമല്ല, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ജീവിതമൊക്കെ അതിനനുസരിച്ചിട്ടാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാം. പേഴ്സണലി ഒന്ന് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം. നമ്മുടെ ഈ ഗ്രഹദോഷങ്ങളൊക്കെ മാറാനായിട്ട് ലളിത സഹസ്രനാമം ജപിച്ചാൽ മതിയല്ലോ. പിന്നെന്താണ് സംശയം? ഈ നവഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിന്റെ മിനിയേച്ചർ എന്താണോ എന്റെ പിണ്ടാണ്ടം, അതാണ് ഈ ബ്രഹ്മാണ്ടം. ഇപ്പൊ നിങ്ങള് ബ്ലഡില് അയൺ കുറവാണ്. നിങ്ങൾ ഇരുമ്പ് എപ്പോഴാണ് കഴിച്ചത്? ഈ അയൺ നിങ്ങളെ ബ്ലഡിൽ വരാൻ വേണ്ടിയിട്ട് അല്ലേ? നമ്മൾ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നില്ലേ ഡെഫിഷ്യൻസി വരുമ്പോ? അതെ. എവിടുന്നാണ് ഈ മൂലകങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തിയത്? നമ്മൾ കഴിച്ചിട്ടാണോ? അല്ല. ഈ പ്രപഞ്ചം നിറയെ ഉള്ള സാധനത്തിന്റെ റെപ്ലിക്ക എന്റെ അകത്തുണ്ട്. ഇതിന്റെ മിനിയേച്ചർ രൂപമാണ് ഞാൻ ശരിക്കും. ഈ പ്രപഞ്ചം എന്താണോ അതിന്റെ മിനിയേച്ചറാണ് ഞാൻ. നവഗ്രഹങ്ങൾ എടുത്തോ, ആ നവഗ്രഹങ്ങളുടെ ഗുണഗണങ്ങൾ എന്റെ ഉള്ളിലുണ്ട്. അത് ഈ പറയുന്ന പോലെ ആ കലകൾ എന്റെ ബോഡിയിൽ ഉണർത്തിയാൽ മതി. അതിനാണ് ഈ മന്ത്രങ്ങൾ, ഈ നാമങ്ങൾ, ഇതിന്റെയൊക്കെ ഫ്രീക്വൻസീസ് കൊണ്ട് എനിക്ക് ഇത് ഉണർത്താൻ പറ്റും. അങ്ങനെയാണ് ഞാൻ എന്റെ ഈ പറയുന്ന പോലെ ജാതക ദോഷമൊക്കെ എങ്ങനെയാ മാറുന്നത്? ഉപാസിച്ചു കഴിഞ്ഞാൽ, മന്ത്രോപാസനയിൽ എങ്ങനെയാണ് ഒരാളുടെ ആപത്ത് മാറി കിട്ടുന്നത്? അയാളിൽ ഈ പറയുന്ന ഗ്രഹമുണ്ട്, അതിനെ കൗണ്ടർ ചെയ്യുന്ന ഗ്രഹം എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതിന് കൗണ്ടർ ചെയ്യുന്ന ഗ്രഹത്തെ ഉണർത്താനുള്ള മന്ത്രം എന്റെ ഉപദേശിച്ചു തരും. അത് ഞാൻ അതാണ് ഞാൻ കുറച്ചു നേരത്തെ ഒരു അമ്മ ചോദിച്ചു, ജാതകം നോക്കണം എന്തിനാണ്? എന്റെ ഗ്രഹത്തിലൊന്ന് പരിശോധിക്കാം മാത്രം.
നിങ്ങൾ എന്താ പറയാ ഫ്യൂച്ചറിസ്റ്റിക് ആയ പരിപാടിക്ക് പോകരുത്. ഭാവി അറിയാൻ വേണ്ടി പോകരുത്. ഗ്രഹനിലയിൽ ഇപ്പൊ എന്താണ് എന്റെ ഗ്രഹങ്ങളുടെ അവസ്ഥ, അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാത്രം എന്റെ ഗുരുവിന്റെ അടുത്ത് പോയി ഗുരു ഇതാണ് എന്റെ ഇത്, അല്ലെങ്കിൽ പഴയ ഗുരുക്കന്മാർക്ക് ചോദിച്ചാൽ അറിയാം, അവരത് നോക്കിയിട്ട് പറയും ഇനി ഈ ഒരു കാലം നീ ഇത്ര വർഷം ഇന്ന ഉപാസന ചെയ്യും, അല്ലെങ്കിൽ ഇത്ര ദിവസം ഇന്ന ഉപാസന, അതെന്തിനാണ് കൃത്യമായിട്ട് അവർക്ക് അറിയാം. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. കാരണം എന്താ അറിയോ, മെക്കോളയുടെ വിദ്യാഭ്യാസം പഠിച്ചിട്ടാണ് നമ്മൾ ഈ നിൽക്കണത്. കാരണം എന്നിട്ട് എന്ത് ചെയ്യും, കോടിക്കണക്കിന് രൂപ സമ്പാദിക്കും, അക്കൗണ്ടിൽ ഉണ്ടാവും, പക്ഷേ എന്താ മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. കാരണം എന്താ, ഈ ദൈനംദിന ജീവിതത്തിന്റെ ചാലഞ്ചസ് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് അവിടെ നമ്മൾ മേടിച്ചിരിക്കും. എന്നിട്ട് കുറച്ച് നേരത്തെ അമ്മ പറഞ്ഞ പോലെ ഏതെങ്കിലും ജോത്സ്യന്റെ തലതിരിഞ്ഞ ജോത്സ്യന്റെ അടുത്താണ് പോയിട്ടുണ്ടെങ്കിൽ തീർന്നു കഥ, അല്ലെ? കുറെ ആളെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ജോത്സ്യം ഒരിക്കലും ദോഷമല്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് ചിലപ്പോൾ ജോത്സ്യം ചെയ്യുന്ന ആളുകളുണ്ടാവും, ഒരിക്കലും അതൊരു ശാസ്ത്രമാണ്, വേദങ്ങളുടെ ഒരു അംഗമാണ് ശരിക്കും ജ്യോതിഷം. പക്ഷെങ്കിൽ അത് അറിഞ്ഞ് ഉപാസിച്ച് അങ്ങനെ അതിന്റെ എല്ലാ മൂല്യവും ഉൾക്കൊള്ളുന്നത് ചെയ്യുന്ന ആളുകളുടെ അടുത്താണ് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ശരിക്കും നമ്മൾ പറയും. എനിക്ക് കുറച്ച് ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നേ. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ലളിത സഹസ്രനാമത്തെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നത്. ആദ്യമായിട്ട് സ്വാമിജി അങ്ങനെ ഒരു സംശയിക്കരുത്, എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുന്ന ആളാണ്, പക്ഷെ പറഞ്ഞു തരാനൊന്നും ആരുമില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെ പഠിക്കണമെന്നും, ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങളെല്ലാം ഹിന്ദുസാണ്, ഫാമിലി മൊത്തം ഞങ്ങളും ഹിന്ദുസാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇതുവരെ കിട്ടിയിട്ടില്ല. വീടിന്റെ അടുത്ത് ദുർഗാദേവിയുടെ ക്ഷേത്രമുണ്ട്, നെയ്യാറ്റിൻകര കൃഷ്ണന്റെ അമ്പലം. നിങ്ങൾക്ക് സ്വാഗതം. യതീഷ എന്നുള്ള പ്ലാറ്റ്ഫോം നിങ്ങളെ പോലത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ നാമം സ്ഥിരമായിട്ട് നമോ നാരായണ മുടങ്ങാണ്ട് 108 പ്രാവശ്യം ഇങ്ങനെ ചെല്ലുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് ചൊല്ലി തുടങ്ങിയ ശേഷം എനിക്ക് എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ആ മന്ത്രം എന്നാണോ ഞാൻ ഉപാസിക്കാൻ തുടങ്ങിയത് അന്നു മുതലാണ് എനിക്ക് ലളിതാ സഹസ്രനാമം എനിക്ക് പഠിക്കണം, അതെന്താണെന്ന് അറിയണം, അങ്ങനെ ജീവിക്കണം, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ആഗ്രഹം തോന്നിയത്. പിന്നെ വീട്ടിൽ സ്ഥിരമായിട്ട് നിലവിളക്ക് കത്തിക്കും. പക്ഷെ എന്തായാലും എനിക്ക് അതിന് ശേഷമാണ് ഞാൻ തന്നെ സ്ഥിരമായിട്ട് വീട്ടില് വിളക്ക് വെക്കാനും എന്താ പറയണ ഒരു നല്ലൊരു ലൈഫിലോട്ട് പോകാനുള്ളൊരു എനിക്കറിയില്ല അത് എങ്ങനെ എക്സ്പ്ലനേഷൻ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. സന്തോഷമാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ വാക്കുകളുടെ ആ മോഡുലേഷനിലുണ്ട് നിങ്ങളുടെ സന്തോഷത്തിന്റെ അളവ് നിങ്ങളുടെ മോഡുലേഷനിലുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. കാരണം ഇതിങ്ങനെ തുറന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. ഹിന്ദുക്കളുടെ ഒരു പ്രശ്നം ഇതാണ്. കാരണം അവരനുഭവിക്കുന്ന ദൈവികത അവരാർക്കും പറഞ്ഞു കൊടുക്കില്ല. അതുകൊണ്ട് എന്താണ്, ഈ ദൈവികതയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഇതുപോലെ കുറെ പേടിയുള്ള ആളുകൾ പോലും മടിച്ചിട്ട് അനങ്ങാതിരിക്കും. നമ്മൾ അനുഭവിക്കുന്നത് എന്തോ, ഞാൻ നല്ലൊരു പാൽപ്പായസം കുടിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് ഞാൻ ആ പാൽപ്പായസം കിട്ടുന്ന സ്ഥലമെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങനെ വേണം. അപ്പൊ എന്നെ പോലെ ഒരുപാട് അമ്മമാര് ഞങ്ങളുടെ നാട്ടിലുണ്ട്, അവർക്ക് ആർക്കും ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, ഏതെങ്കിലും ഒരു നാമം നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലണം. ഒരുപാട് പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. സത്യം പറഞ്ഞാൽ ഈ കോഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് എന്തിനാണെന്ന് പറയും, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകള് പഠിച്ചു കഴിഞ്ഞാല് ഇപ്പൊ അങ്ങേ പോലത്തെ ആളുകൾക്ക് നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തുള്ള അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാപ്തിയിലേക്ക് നിങ്ങൾ വളർത്തി കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇനി നാളെ നിങ്ങൾ ഇതൊക്കെ, നിങ്ങൾ പോലും പഠിതാവായിരുന്നു. ഞാൻ ജനിച്ച ഉടനെ ലളിതാ സഹസ്രനാമം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളല്ല ഞാൻ. നിങ്ങളെ പോലെ തന്നെ ഇതുപോലെ വഴികളിൽ നടന്ന് പല ദിക്കുകളിൽ നിന്നും പഠിച്ച് സ്വായത്തമാക്കിയിട്ട്, എന്നാലും ഞാൻ കംപ്ലീറ്റ് പഠിച്ചത് ഞാൻ അതിന്റെ ഒരു തരി എന്തോ എന്നിലുണ്ടെന്ന് മാത്രമേ എനിക്ക് അവകാശപ്പെടാൻ പറ്റൂ. അത് എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതേപോലെ നാളെ ഈ ക്ലാസ്സിലുള്ള ആളുകളും ഇതേപോലെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇതുപോലെ ഇരുന്ന് ആളുകൾക്ക് ക്ലാസ് എടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ കോഴ്സിന്റെ ലക്ഷ്യം അതാണ് ശരിക്കും. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ പോലത്തെ ഒരുപാട് ആളുകളെ കൊണ്ടുവരണം, പഠിച്ച് അവര് നാളെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഭാവത്തിൽ, അല്ലാതെ വെറുതെ ഇത് കേട്ട് അവനവന്റെ ജീവിതത്തിൽ മാത്രം ഉപാസിക്കാൻ വേണ്ടിയിട്ടല്ല.
എന്നു പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പേര് എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ്. വളരെയധികം ശരിക്കും ഗ്രാമീണത അത് മാത്രമുള്ള ഒരു ഗ്രാമത്തിലുള്ള ആളാണ് ഞാൻ. നമുക്ക് ആ ഗ്രാമം അങ്ങ് മാറ്റിയെടുക്കാം. നമുക്ക് ലളിതയുടെ ഗ്രാമമാക്കി അതിനെ മാറ്റാം. അതെ, വീടിന്റെ അടുത്ത് തന്നെ ഒരു ദുർഗാദേവി ക്ഷേത്രമുണ്ട്. വളരെയധികം ശക്തിയുള്ള ഒരു ഒന്ന് പേഴ്സണലി അമ്പലമാണ്. മെസ്സേജ് ഇടും. നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. പേഴ്സണലി മെസ്സേജ് ഇടും. ഫ്രണ്ട്സിക്കോ ആൾക്കാരും മെസ്സേജ് ഇടും. നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. ലോകത്തറിയപ്പെടുന്ന ചെങ്കൽ ശിവലിംഗം അതിനടുത്താണ്. പക്ഷെ എന്ത് ചെയ്യാം, പക്ഷെ ആർക്കും ഒന്നും അറിയില്ല. സത്യം പറഞ്ഞാല് വളരെ കുഴപ്പമില്ല. ഈ അമ്മ എന്തായാലും എന്ത് ചെയ്യും, ഞങ്ങൾക്ക് മെസ്സേജ് അയക്കും. പറ്റുമെങ്കിൽ നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മാഹി പ്രദേശങ്ങളിൽ ഇതുപോലെ ചെന്ന് ഓഫ്ലൈനിൽ ക്ലാസ് എടുത്ത് അവിടെ ഇപ്പൊ ഏകദേശം 100-300ഓളം അമ്മമാര്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എല്ലാ അമാവാസിക്കും അവര് പിതൃബലി ഇടും. അന്ന് വൈകിട്ട് അവരവരുടെ കുടുംബക്ഷേത്രം സന്ദർശിക്കും, കുലദേവതയുടെ അടുത്ത് പോകും, മഹാലക്ഷ്മി പൂജ അവർ ചെയ്യും, ഗണപതി ഹോമം ചെയ്യും. ഇതൊക്കെ സാധാരണ നിങ്ങളെ പോലത്തെ അമ്മമാരെ നമ്മൾ പഠിപ്പിച്ചെടുത്തതാണ്. അവരിപ്പോ എന്ത് ചെയ്തു, അവര് വീടുകളിലെ കുട്ടികൾ സ്വയം ഗണപതി ഹോമം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ വളർന്നു. ഇതാണ് പഴയ ഭാരതീയൻ. ആ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകണം എല്ലാ ആൾക്കാരെയും. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് തന്നെയാണ് സ്വാമിജി. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് ധാരാളം ഹിന്ദുക്കളുണ്ട്. അമ്മ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാല് ഈ വിവരങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മെസ്സേജ് ഞങ്ങൾക്ക് അയച്ചാൽ മതി. നമുക്ക് പറ്റാവുന്ന പ്രോഗ്രാംസ് അവിടെ ഡിസൈൻ ചെയ്യാം. അത് മെസ്സേജ് ഏത് ഈ നമ്മുടെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണോ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പില് അതില് അഡ്മിന്റെ നമ്പർ ഉണ്ട്, പ്രേംജിയുടെ നമ്പറിൽ അയച്ചാൽ മതി. ഓക്കെ. കാര്യം എനിക്ക് ഞങ്ങളെ പോലുള്ള കാര്യം റിക്വസ്റ്റ് ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് അല്ല, ഞാൻ എന്റെ ജീവിതം 2 വർഷം എന്റെ ജീവിതത്തിൽ 2 വർഷം ഞാൻ ഒഴിഞ്ഞു വെച്ചതാണ്. എന്തിനാണ് പ്രേംജിയായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്നത് എന്ന് പറഞ്ഞാല്, കാരണം എനിക്ക് 2 വർഷം കൊണ്ട് 300 അമ്മമാരിലേക്ക് എത്തുവാനേ സാധിച്ചുള്ളൂ. പക്ഷെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ അതിന്റെ 10-100 ഇരട്ടി ആളുകളിലേക്ക് എത്തണം എന്ന ലക്ഷ്യത്തിലാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുള്ളത്. ആത്മാർത്ഥമായി പറഞ്ഞാൽ ഈ ഞങ്ങൾ ഈടാക്കുന്ന ഫീസ് പോലും ഞങ്ങൾക്ക് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യാനും ഈ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് 3 വർഷത്തേക്ക് നിങ്ങൾക്ക് സൗജന്യമായി തരാനുള്ള അതിനു വേണ്ടി ചെലവാകുന്ന കാശ് മാത്രമേ ഞങ്ങൾ ഇതിന് ചാർജ് ചെയ്തിട്ടുള്ളൂ, സത്യം പറഞ്ഞാൽ. കാരണം ഇത് എങ്ങനെ കണക്കൂട്ടി നോക്കിയാലും ഈ കോഴ്സ് ഫ്രീ ആണ്. ശരിക്കും ഈ കോഴ്സിന് യഥാർത്ഥ ചെലവ് ഇതിൽ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമ്മളൊരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് ഏകദേശം ഒരു 7,500 രൂപ 8,000 രൂപയ്ക്ക് ഞങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞങ്ങൾ തീരുമാനം എടുത്തു എന്താ, ഇത് ജനങ്ങളിലേക്ക് എത്തണം. പക്ഷെ നാമമാത്രം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം ഈ കാണുന്ന സൂം പോലും നമ്മൾ പൈസ കൊടുത്ത് 10-13,000 രൂപ കൊടുത്തിട്ടാണ് ഇന്നത്തെ സെഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ആപ്പ് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഈ എടുക്കുന്ന വീഡിയോ നാളെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എഡിറ്റിംഗിനുള്ള ആളുകൾക്ക് എല്ലാവരും കൊടുക്കുമ്പോൾ പ്രാരാബ്ദത്തില്ലല്ലോ. അതിന് വരുന്ന ചെലവ് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വാങ്ങിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വിദ്യ എത്തണം, എല്ലാ ആളുകളിലേക്കും എത്തണം. സ്വാമിജി, എന്നെ ഈശ്വരൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പഠിക്കുക അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മാത്രം പഠിക്കുക അങ്ങനെയല്ല. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ തന്നെ ഇവർക്ക്, നമ്മുടെ ഈ അമ്മമാർക്ക്, പിന്നെ എന്നെ പോലുള്ള എന്റെ ഏജിലുള്ളവർക്ക്, അപ്പൊ എന്നെക്കാളും താഴെ ആർക്കും അറിയില്ല, എനിക്കറിയാം. ഞാൻ അമ്പലത്തില് സമയം മറ്റുള്ള ആളുകൾക്കും ചോദ്യം ചോദിക്കാനുണ്ട്. വിശദമായി ചർച്ച ചെയ്യാം. നിങ്ങൾ അവിനാഷ് ജി, ഒരു സംശയം ചോദിച്ചോട്ടെ? തീർച്ചയായും. അതായത് നമ്മളിപ്പോ ജ്യോതിഷത്തെ പറ്റി സാർ സംസാരിച്ചല്ലോ. അപ്പം ഈ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇന്ന അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കഴിക്കൂ, ഇന്ന ക്രിയകളൊക്കെ ചെയ്യാൻ പറയുമല്ലോ. അതിന്റെ ലോജിക്ക് എന്താണ്? അത് നമ്മൾ പോയി ഒരു അമ്പലത്തിൽ ചെയ്യുമ്പോൾ അതിന് എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാവുക? അല്ല, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല് ഓരോ ക്ഷേത്രത്തിലും ഓരോ ചൈതന്യത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് ശാസ്ത്ര സീരീസിൽ പറയുന്നുണ്ട്, ഓരോ ക്ഷേത്രത്തിലും. ഇപ്പം ഉദാഹരണം പറഞ്ഞാല് ശരിക്കും ഓരോ മഹാക്ഷേത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവിടെ ആ ചൈതന്യത്തിന്റെ ഗുണമാണ് ഇത്രയും ആളുകൾ പോകുന്നത്. ഇപ്പം ശബരിമലയില് മണികണ്ഠൻ എന്ന ആ ചൈതന്യത്തിന്റെ പവർ കൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ എത്തുന്നത്. ആ സമാധി സ്ഥലമാണത്. പഴനി എടുത്താല് ഭോഗരുടെ സമാധി സ്ഥലമാണ്. തിരുവനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം എടുത്താൽ അത് അഗസ്ത്യമുനിയുടെ സമാധി ക്ഷേത്രമാണ്. അപ്പൊ ഇങ്ങനെ ചൈതന്യത്തെ അടക്കം ചെയ്ത സ്ഥലങ്ങളുണ്ട് ക്ഷേത്രങ്ങള്. തന്ത്രിവര്യൻ എന്താണ് ചെയ്യുന്നത്? തന്റെ ഉപാസനാ ചൈതന്യത്തെ വിഗ്രഹത്തിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ രാശി പ്രകാരം ഏത് ചൈതന്യമാണ് ആ സമയത്ത് നമ്മളിൽ അധികരിച്ചിരിക്കേണ്ടത്, അത് നമുക്ക്
ഉണർത്താൻ വേണ്ടി നമ്മുടെ ഓരോ ക്ഷേത്രം നമ്മൾ സന്ദർശിക്കുന്ന സമയത്തും നമ്മുടെ ശരീരത്തിലെ ചില ചക്രങ്ങളെ ആ ചൈതന്യത്തിന് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അത് അവിടുത്തെ പൂജയുടെ അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയാ വഴിപാടിന്റെ ഒക്കെ ശക്തിയാണ്. കാരണം തന്ത്രി പകർന്ന ആ ഊർജം നിത്യേന പൂജാതി കർമ്മങ്ങളിലൂടെ ആ ചൈതന്യ വർധനം. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഒരു ആംബിയൻസ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഒരു ക്ഷേത്രം. ആ ആംബിയൻസിലേക്ക് കടന്നാൽ നമ്മളിപ്പോ ഉഷ്ണം എടുക്കുന്ന ഇപ്പം നിങ്ങൾ വേർത്ത് കുളിച്ചിരിക്കുകയാണ്, അത്യുഷ്ണമാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു AC റൂമിൽ കയറിയാൽ എന്താ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീൽ അല്ലെ? വളരെ ശാന്തത വരുന്നില്ലേ ഓട്ടോമാറ്റിക്കലി? എന്ത് വ്യത്യാസം? ആ ഒരു എന്താണോ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായി വന്നത് ആ സ്ഥലത്തേക്ക് നിങ്ങൾ ചെന്നപ്പോ നിങ്ങളുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകൾ മാറി. ഇത് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഗ്രഹനില പ്രകാരം നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു അസ്വസ്ഥതയ്ക്ക് അതിന് കംഫർട്ട് ആക്കാനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ലോജിക്. മനസ്സിലായി? അതുപോലെ ഒരു കൃഷ്ണഭക്തൻ, ഒരു കൃഷ്ണനെ ഭക്തിയുള്ള ഒരാള് കൃഷ്ണനെ പല രീതിയിലും മധുരഭാവത്തിലും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ ദേവി നമ്മൾ ഒരാളെന്നോട് പറഞ്ഞു നിങ്ങൾ അമ്മ എന്നുള്ള രൂപത്തിൽ മാത്രമേ കാണാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയുന്നു. അതായത് ഒരു കൃഷ്ണന്റെ ഡിവോട്ടീസ്, ഇപ്പൊ ഗോപസ്ത്രീകളൊക്കെ കൃഷ്ണനെ ഭർത്താവായിട്ടും കാമുകനായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു ലെവലിൽ മധുരഭക്തി എന്നുള്ള ലെവലില്. പക്ഷെ നമ്മുടെ ദേവീ സങ്കല്പത്തില് നമ്മൾ അമ്മയായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് ഒരാൾ എന്നോട് പറയണ്ടായി. അപ്പൊ അതിന്റെ ലോജിക്കാണ് അമ്മയെ മാത്രമായി കാണണം എന്ന്. ദേവിക്ക് എത്ര രൂപങ്ങളുണ്ട് ശരിക്കും? ഞാൻ അതാണ് ഇപ്പൊ നവദുർഗ രൂപം എടുത്തു നോക്കിയാൽ ശരിക്കും ഇപ്പൊ ലളിതയെ നോക്കിയാൽ എന്താണ്, അവൾ കാമേശ്വരിയാണ്. 16 വയസ്സിൽ മധുര 16കാരിയാണ് ശരിക്കും ലളിത. ലളിതയുടെ ഭാവം 16 വയസ്സുകാരിയുടേതാണ്. കാമേശ്വരനാണ് അവളുടെ തോഴൻ അല്ലെങ്കിൽ ഭർത്താവ്. ശിവന്റെ അംശാവതാരമാണ്. ശിവന്റെ വേറൊരു ഭാവമാണ് കാമേശ്വരൻ. അപ്പൊ എവിടെയാണ് അവിടെ അമ്മഭാവം വരുന്നത് ശരിക്കും? പക്ഷെ ലളിതയ്ക്ക് മാതൃഭാവമുണ്ട്, ആ സ്ത്രീക്ക് മാതൃഭാവമുണ്ട്. കാരണം എന്താണ്, ഇപ്പൊ എനിക്ക് താങ്കളുടെ ഉള്ളിലും എന്റെ ഉള്ളിലും കുട്ടി അല്ലെ, ഒരു കുട്ടിത്വം ഉണ്ട്. ഈ വയസ്സെത്തിയിട്ടും ഏത് ഭാവമുണ്ട് നമ്മുടെ ഉള്ളില്? കുട്ടിത്വമില്ലേ? ഉണ്ട്. ഇപ്പം നവദുർഗ എടുത്ത് നോക്കിയാൽ ശൈലപുത്രി ഒരു പുത്രി ഭാവമാണ്. അവിടുന്ന് ബ്രഹ്മചാരിണി. ആ ഒരു സ്ത്രീയുടെ ഡെവലപ്മെന്റ് ആണ് ശരിക്കും നവദുർഗ സങ്കല്പം. വിവിധ ഘട്ടങ്ങൾ, വിവിധ ഭാവങ്ങൾ. അപ്പൊ ഈ ഭാവങ്ങളൊക്കെ നമ്മുടെ ഉള്ളില് ഉറങ്ങിക്കിടക്കാണ്. ഓരോ തലം കഴിയുമ്പോഴും അത് മൃതി അടയും നമ്മുടെ ഉള്ളിൽ തന്നെ. പക്ഷെ അത് നമ്മൾക്ക് എങ്ങനെ ഉണർത്താം? ഈ പറയുന്ന ഉപാസനയിലൂടെ ആ ദേവതയെ മനസ്സിലേക്ക് ആവാഹിക്കുന്നതോടുകൂടി എന്റെ ഉള്ളിൽ ആ വികാരങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ ഒരു 10-60 വയസ്സായി എന്ന് വിചാരിക്കുക. 60 വയസ്സിൽ അല്ലെങ്കിൽ ഒരു 70 വയസ്സിൽ 80 വയസ്സിലാണ് ഞാനുള്ളത്. പക്ഷെ ഞാൻ എന്റെ കൗമാരകാലത്ത് കണ്ട ഏതെങ്കിലും പ്രണയഭരിതമായ അവസ്ഥകളോ സിനിമകളോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ആ കാലത്ത് പ്രണയിച്ച ഏതെങ്കിലും ഒരാളെ ഞാൻ 80 വയസ്സിൽ കണ്ടാല് നിങ്ങളുടെ ഉള്ളിൽ ഏത് ഭാവം ഉണരുക ശരിക്കും? വാർദ്ധക്യാണോ ഉണരുക, അതോ ആ കാലത്തെ കൗമാര ഭാവമാണ് ഉണരുക? അപ്പൊ ഇമോഷൻസ് ആർ ദേർ ഇൻ us ഇൻ ഓൾ. കാരണം ഞാൻ ഈ പറയുന്നത് നമ്മളൊരു പ്രോഗ്രഷൻ ആണ്. വയസ്സ് ശരീരത്തിന് മാത്രമാണ്, മനസ്സ് ഏത് തലത്തിലും നമ്മൾക്ക് ഏത് ഭാവത്തിലും കൊണ്ടുപോകും. ആ വിവിധ ഭാവങ്ങളാണ് ഓരോ ദേവത. നമ്മൾക്ക് ഏതാണ് ഇഷ്ടം, ഏതാണ് അനുയോജ്യം? ഇപ്പൊ ഗുരുവായൂർ പോയാലും ഉണ്ണിക്കണ്ണനായിട്ടാണ് എല്ലാ ആൾക്കാരും. എന്നാൽ കൃഷ്ണൻ ശരിക്കും ആരാണ്? സാക്ഷാൽ കാളിയാണ്, കാലസംഘർഷിണിയാണ്. ഒരു കുലത്തെ മുഴുവനും മുടിച്ച് ഇരുന്ന ആളാണ്. ഇവിടെ മഹാഭാരത യുദ്ധത്തിന് ഘോരനാണ്. എന്നാ അതേ ആളെ നമ്മൾ ഗുരുവായൂർ പോയാൽ ഏത് ഭാവത്തിലാണ് കാണാൻ? അപ്പൊ എന്താണോ എനിക്ക് സ്വീകാര്യം, എന്താണോ എനിക്ക് താല്പര്യം, ആ ഭാവത്തിലേക്ക് ഏതൊരു ദേവതയും നമുക്ക് ഉപാസിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് എനിക്ക് ഒരു കൂട്ടുകാരിയായിട്ട് അതുപോലെ തീർച്ചയായും ഏത് ഭാവത്തിലും. അതാണ് ഞാൻ പറഞ്ഞത്. കൃഷ്ണനെ ഇപ്പൊ അർജുനന്റെ ഭാവത്തിലാണ് എനിക്ക് കൃഷ്ണനെ വേണമെങ്കിൽ സഖാവാണ് കൃഷ്ണൻ. എന്റെ സഹോദരനാണ് അയാള്, സഖാവാണ്. അത് പക്ഷെങ്കില് എനിക്കൊരു കുട്ടി ഭാവത്തിൽ, ഒരു ഉണ്ണി ഭാവത്തിലാണ് വേണ്ടെങ്കിൽ അവൻ ഉണ്ണിയാണ് എനിക്ക്. ഏത് ഭാവത്തിലും കാണാം. കാരണം ഈ ഭാവത്തിലൂടെ നമ്മൾ കടന്നു വരികയാണല്ലോ. നമ്മൾ സ്ട്രെയിറ്റ് അല്ല ജനിച്ച പാട്ടിന്റെ വാർദ്ധക്യത്തിലാണോ ഉള്ളത്. ഇതൊക്കെ ഈ ഭാവമൊക്കെ നമ്മൾ കടന്നു വരുന്നത്, ഇതൊക്കെ എന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. അത് അങ്ങനെ നിഷ്കർഷം ഒന്നുമില്ല. ഇന്ന എനർജി മാത്രമേ നമുക്ക് എല്ലാം കൂടി ചേർന്നതാണ് ഞാൻ എന്ന അസ്തിത്വം.
വേറെ ആർക്കെങ്കിലും? ഗുരുജി ഉം. നമസ്തേ. നമസ്തേ. അല്ല, ഞാൻ ലീവ് ചെയ്യണമെന്ന് പറയാൻ പോയിട്ടാണ്. ഇനി ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ എല്ലാം കേൾക്കാം. ഓക്കെ. നമസ്തേ. നമസ്തേ. ഗുരുജി താങ്ക് യു കേട്ടോ, ഇത്രയും വിശദമായിട്ട് ഇതെല്ലാം പറഞ്ഞതിന് വളരെ നന്ദി. അപ്പൊ ഇനി ഞാൻ ക്ലാസ്സിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഗുരുജിന്ന് വിളിക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞ ഉള്ളില് ഭയങ്കര എന്താ പറയാ ഷിവറിങ് വരികയാണ്. കാരണം ഗുരു എന്ന് വിളിക്കും, ഗുരുവിന് പല തലങ്ങളുണ്ട് കേട്ടോ. ഗുരുജി എന്നൊക്കെ നമ്മൾ ഒരു വ്യക്തിയെ വിളിക്കണമെങ്കിൽ ഞാൻ അനുഭവം പകർന്നു തരുന്ന ആളുകളായിരിക്കണം, അല്ലെങ്കിൽ ആളായിരിക്കണം. ആരാണോ നിങ്ങൾക്ക് ഈശ്വരീയമായ അനുഭവങ്ങൾ പകർന്നു തരാൻ പറ്റുന്നത്, ആ ആളെ മാത്രമേ നമ്മൾ ശരിക്കും ഗുരുജി എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യും. ഭാഗവതത്തിൽ 24 ഗുരുക്കളെ പറ്റിയൊക്കെ പറയണത്, എന്താണ്? ഭാഗവതത്തിലേക്ക് പറയില്ലേ 24 ഗുരുക്കൾ? അല്ല, അത് അതാണ് പറയുന്നത്. കാരണം എപ്പോഴും നമ്മള് എനിക്ക് ഇഷ്ടം ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിന് നിങ്ങൾക്ക് ഒരു സുഖം തരുന്ന അവസ്ഥയിലേക്ക്. കാരണം ഗുരുജി എന്നൊക്കെ വിളിക്കുമ്പോൾ എന്റെ ഉത്തരവാദിത്തം അങ്ങ് ഉയരുകയാണ്. കാരണം എനിക്ക് എന്താണ് ഈശ്വരീയമായ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നിങ്ങൾ എന്റെ എന്താ പറയാ എന്റെ ചുമലിലേക്ക് എടുത്തോണ്ട് വെക്കണം. അതുകൊണ്ട് എന്തായാലും കേൾക്കാൻ നല്ല സുഖമാണെങ്കിലും അത് എന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഒരു വലിയ ഭീതിയാണ്. എന്തായാലും നല്ല അറിവ്, നല്ല അറിവ്. നമുക്ക് ഒത്തിരി അറിവ് തരുന്നവരെ നമ്മള് ഗുരു എന്നല്ലേ വിളിക്കുക. അല്ല, ഞാൻ തർക്കത്തിന് വേണ്ടി പറഞ്ഞതല്ല, ഞാൻ എന്റെ ഉള്ളിൽ ആകുലതകൾ ഷെയർ ചെയ്തതേ ഉള്ളൂ. കാരണം എന്താ ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങൾ, ഇപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി അറിവില്ലായ്മയോട് പറഞ്ഞു തന്നു. ആചാര്യന്ന് വിളിക്കാലോ. സന്തോഷം. ഒത്തിരി 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 നന്ദിയുണ്ട്, ഒത്തിരി ഒത്തിരി നന്ദി. അല്ല, ഇനി ഇതൊക്കെ എന്നില് ഇതൊക്കെ വന്നു ചേർന്നത് ഈ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണ്. വരുന്ന തലമുറയെ നമ്മൾക്ക് എല്ലാവർക്കും, ഞാൻ ചിന്തിക്കുന്ന അതേ തലത്തിൽ നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം. കാരണം നമ്മൾക്ക് മുമ്പിൽ ഈശ്വരൻ തന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇത്രയും വലിയ അറിവ് നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം ആ കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം, കാരണം ഭൗതിക വിദ്യാഭ്യാസം നമ്മുടെ ജീവിത സാഹചര്യം മാത്രമേ ഉയർത്തുകയുള്ളൂ. അത് ആവശ്യവുമാണ്. നമുക്ക് ജീവിതത്തിൽ എല്ലാ സമൃദ്ധി ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. പക്ഷെ മനസ്സിന്റെ ഒരു തലമുണ്ട് ജീവിതത്തിൽ. ആ തലം വരുമ്പോൾ നമ്മൾ അവിടെ പകച്ചു പോകും. അതാണ് ഇന്നത്തെ തലമുറ മിക്കവാറും ആത്മഹത്യകളിലും ഇങ്ങനെ എന്താ പറയാ ഒരു നിഷ്ക്രിയത്വത്തിലൊക്കെ ചെന്നെത്താൻ കാരണം എന്താണ്? ഈ ഈശ്വരീയത ഇല്ലാത്തതുകൊണ്ടാണ്. ആധ്യാത്മികത അല്ലെങ്കിൽ ആധ്യാത്മികതയിൽ ഊന്നിയ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശീയര് മെക്കോളെ ഡിസൈൻ ചെയ്ത ആ വിദ്യാഭ്യാസ പദ്ധതി മുതൽ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നതാണുള്ളത്. പിന്നെ ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളും ക്ഷേത്ര സമിതികളൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ ലക്ഷ്യം എന്താണ്? ആ ക്ഷേത്രത്തെ എങ്ങനെ പൊന്നടിക്കാം, അല്ലെങ്കിൽ സ്വർണം പൂശാം, ചെമ്പടിക്കാം എന്നൊക്കെ അല്ലാതെ ഈ ജനതയെ എങ്ങനെ ആധ്യാത്മികമായി, ഞാൻ ആരും കുറ്റം പറയണ്ട, പക്ഷെ എന്നാലും ഇത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇപ്പൊ ക്ഷേത്ര ഭാരവാഹികൾ ചിലപ്പോൾ ക്ലാസ്സിൽ ഉണ്ടാവായിരിക്കും, അവർക്കൊന്നും എന്നോട് വിരോധം തോന്നാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ ഈ ഒരു സമയം, ഈ ഒരു സമൂഹത്തിന് അടിയന്തരമായി വേണ്ടത് ഈ ഒരു വിദ്യ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ അമ്മമാർക്ക് കൂടുതൽ പറ്റും. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ പോലെയുള്ള അമ്മമാര് ഇതിനൊക്കെ നിങ്ങളെ കൊണ്ടാകുന്നത് പോലെ ഇതിനൊക്കെ ഈ ഒരു പ്രവർത്തനത്തിലൊക്കെ പങ്കാളികളാവാം. പഴയ പോലെ നമ്മള് എന്താ പറയാ ഇരുന്നിടത്ത് തന്നെ നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്നുള്ള ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. പരമാവധി അതൊക്കെ പ്രയോഗിക്കണം. പരമാവധി നമ്മുടെ ഈ ഒരു അറിവിനെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അപ്പോഴാണ് നമുക്ക് ഈ നാടിനെ പരമ വൈഭവത്തിൽ, ആ പഴയ ഭാരതം എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന സമൃദ്ധിയിലുണ്ടായ ആ ഭാരതത്തിലേക്ക് നമുക്ക് ചുവട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. വളരെ നന്ദി ഗുരുജി, താങ്ക് യു വെരി മച്ച്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അല്ലെ, ഇത് ഞാൻ എപ്പോഴും പറയും, എന്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന മന്ത്രമാണത്. ഇതം നമമ. ഇതൊന്നും എന്റെ കഴിവല്ല, സത്യം ലളിത എന്നെ തിരഞ്ഞെടുത്തു എന്ന് മാത്രമാണ്. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നെ അവൾ തിരഞ്ഞെടുത്തു. നാളെ എനിക്ക് പകരം വേറൊരാൾ കൂടി ഉണ്ടാവും. അപ്പോൾ ആവുന്ന കാലത്ത് നിങ്ങളും ഒക്കെ ലളിത സെലക്ട് ചെയ്യാനുള്ള ഉപകരണങ്ങളാവാം. നമ്മൾ അങ്ങനെയല്ലേ, ഒരു കാറ് വാങ്ങാൻ പോയാൽ നമ്മൾ ഏറ്റവും നമ്മൾ ചൂസ് ചെയ്യുന്നില്ലേ, അങ്ങനെയുള്ള ചൂസി ആയിട്ട് മാറണം നമ്മൾ ജീവിതത്തിൽ. എവിടെ ഇരുന്നാലും ആളുകൾ നമ്മളെ വന്ന്, ഏത് റാങ്കിൽ നമ്മൾ ഇരുന്നാലും നമ്മളെ ആളുകൾ ചൂസ് ചെയ്യണം. അപ്പൊ അതിനെന്തേ വേണ്ടു? നമ്മളിലുള്ള ഈശ്വരീയതയെ ഉയർത്തുക, അത്ര മാത്രമേ ഉള്ളൂ. ശരിക്കും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കാം. മിസ്സായിട്ടെങ്കിൽ ചോദിക്കാം. സഹസ്രനാമത്തിന്റെ ഇംഗ്ലീഷ് വെർഷൻ കിട്ടുമോ? ലിറിക്സ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഞങ്ങൾ ക്ലാസ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. വി ആർ പ്ലാനിങ് ഫോർ ദ ഇംഗ്ലീഷ് വേർഷൻ ഓൾസോ. ഇറ്റ് വിൽ ബി റിലീസിംഗ് സൂൺ.
ബട്ട് ഫോർ ദ ടൈം ബീങ് എന്താ പറയാ, ഞങ്ങളത് ഡിസൈൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇംഗ്ലീഷ് വേർഷൻ, ലിറിക്സ് ആൻഡ് ഓൾ വി ക്യാൻ പ്രൊവൈഡ്. അമൃത മഠത്തിലുണ്ട്. എന്താണ് അമൃതാനന്ദമയ മഠത്തിലുണ്ട്. വേർഷൻസ് നിങ്ങൾക്ക് ലിറിക്സ് കിട്ടും, ദാറ്റ് ഇസ് സോ ഈസി. ബട്ട് ഇഫ് യു ആർ റിഫറിംഗ് ടു ദ ക്ലാസ്സസ് then you have to wait a little bit. കാരണം നമ്മൾ അത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വി ആർ ലോഞ്ചിങ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ക്ലാസ്സസ്. എന്നാലും അതുവരെ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ജപിച്ചു പോവാൻ. എന്താണ്? എന്നാലും അതുവരെ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ജപിച്ചു പോവാം അല്ലേ? തീർച്ചയായും ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ യു ജസ്റ്റ് ഡോണ്ട് റിലൈ ഓൺ എന്താ പറയാ ലിറിക്സിന്റെ മേലെ മാത്രം നമ്മൾ. ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം കുഞ്ഞുനാളിൽ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ സന്ധ്യനാമം ജപിപ്പിച്ചത് എങ്ങനെയാണ്? ലിറിക്സ് നമ്മുടെ കയ്യിൽ തന്നിട്ടാണോ? അല്ല. വി ഹാവ് ദ കപ്പാസിറ്റി. നമുക്ക് കേട്ട് പഠിക്കാം. ശരിക്കും നമ്മൾ ഇതൊക്കെ മടക്കി വെച്ചു. ശരിക്കും അതൊക്കെ എടുത്താൽ മതി. സത്യം പറഞ്ഞാൽ അമ്മയാണ് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അവിടെ പോയിട്ട് അന്ന് തൊട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു പിക്ചറിലേക്ക് നമ്മൾ ഞാൻ കടക്കും. സന്തോഷം. അല്ല വിനേഷ്, ഞാൻ US-ലാണ്. അപ്പം ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ അത് ഉപകാരമായനെ. നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മാം. ആക്ച്വലി ഇംഗ്ലീഷ് വേർഷൻസിന് വി ഫൈൻഡിങ് എ വേ ഔട്ട്. ഐ തിങ്ക് ഇൻ അതർ 2-3 days we will inform you. പ്രേംജി ആ അമ്മയുടെ കോണ്ടാക്ട് ഒന്ന് വാങ്ങിച്ചു നോക്ക്. വി ക്യാൻ സീരിയലുണ്ട്. എന്റെ പേര് ദീപ്തി. സെപ്പറേറ്റ് മെസ്സേജ് ചെയ്യണം മാം. കാരണം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതൊരു ജീവിത വ്രതമാണ്. സത്യം പറഞ്ഞാൽ എത്തിപ്പെട്ടു പോയതാണ്, ദേവി ഞങ്ങൾ എത്തിച്ചതാണെന്ന് പറയും. ഞങ്ങൾക്ക് ഏതായാലും ഇപ്പോഴൊരു ജീവിത വ്രതമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ ആംഗിളിലും ഞങ്ങൾ ഈ ഒരു വിദ്യ അടുത്ത തലമുറയെ ശരിക്കും ഉപാസകരാക്കി മാറ്റണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വെറും ഭക്തി അമ്പലത്തിൽ പോയി നമ്മൾ ഈ പറയില്ലേ, സർക്കാർ ഓഫീസിൽ പരാതി ബോധിപ്പിക്കാൻ പോകുന്ന ആളുകളെ പോലെയാണ് സത്യം പറഞ്ഞ ഇന്നത്തെ ഭക്ത സമൂഹം. അതിൽ നിന്ന് താപസ്വികളായ ഉപാസകരെ സൃഷ്ടിക്കണം എന്നാണ്. അങ്ങനെ വിചാരിച്ച കാര്യം ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ആളുകൾ മാറ്റണം അടുത്ത തലമുറയിൽ. അതിന് ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയാവും, അത് ഏതൊക്കെ വഴിയിൽ സഞ്ചരിക്കണം, അതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് കോഴ്സസ് വേറെ ഉണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് ഏനിയാഗ്രാം കോഴ്സസ് ഉണ്ട്, കനകധാരയുടെ കോഴ്സസ് ഉണ്ട്. ഇനിയും ഒരുപാട് കോഴ്സസ് ആഡ് അപ്പ് ആവുന്നുണ്ട്. കവളാചാരത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട്, വാമാചാരം ഇതൊക്കെ നോക്കുന്നുണ്ട്. സമഗ്രമായിട്ട് ഇതൊക്കെ പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം, അത് ഈ തത്വം ബേസ് ചെയ്തിട്ട് തന്നെ പഠിക്കാനുള്ള ഫിലോസഫി പറഞ്ഞുകൊണ്ട്, ഫിലോസഫി അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ആചരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അതാണ് ഞങ്ങളുടെ സ്വപ്നം. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ദേവി മഹാത്മ്യം കൂടെ അവസാനം ആഡ് ചെയ്യണം ഈ പ്ലാറ്റ്ഫോമിൽ. ദേവി മഹാത്മ്യം വരുന്നുണ്ട്. ഞങ്ങൾ പോവാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അത് നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തോളാം. ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഈ ലളിതാ സഹസ്രനാമത്തിനെ പറ്റിയിട്ടുള്ള? ഞാൻ കുറച്ച് നാളായി വായിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് മനപ്പാടാക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. മനപ്പാടാക്കാൻ പറ്റാത്ത വേറൊന്നുമല്ല, ബ്രെയിനിൽ ആ ന്യൂറോപാത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടാണ്. ശരിക്കും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഒരു ന്യൂറോപാത്ത് ക്രിയേറ്റ് ചെയ്യും. ആ ന്യൂറോപാത്താണ് ശരിക്കും നമ്മൾ ഈ ഓർമ്മ എന്ന് വിളിക്കുന്ന സംഭവം. ഇത് നമ്മുടെ മെമ്മറി എന്നൊക്കെ പറയുന്ന ഈ ന്യൂറോപാത്താണ്. നമ്മുടെ ശീലങ്ങൾ ന്യൂറോപാത്താണ് ശരിക്കും. അപ്പൊ ഇത് ശീലത്തിന്റെ ഭാഗമാക്കിയാൽ മതി. അത് നമുക്ക് വഴിയുണ്ട്. ക്ലാസ്സിൽ ചേർന്നിട്ടോന്ന് എനിക്കറിയില്ല, നമുക്ക് വഴിയുണ്ട്, നമുക്ക് ചെയ്യാം, ശരിയാക്കാം. ഗുരുജിയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളിങ്ങനെ സൗകര്യപൂർവ്വം കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ട് ഞങ്ങള് എത്രയോ എന്താ പറയാ ദിവസങ്ങളായി. ചിലപ്പോ 2 മണിക്ക് ഉറങ്ങുന്നു. അങ്ങനെ ഇപ്പൊ ശാസ്താവിൻ്റെത് ഡെയിലി 5 മണിക്കാണ് ഞങ്ങള് ലൈവ് പോണത്. അപ്പം ദേവിക്ക് വേണ്ടിയിട്ട് സന്തോഷത്തോടെ ചെയ്യാണ്. ബാക്കി അവള് നോക്കിക്കോളും എന്നുള്ളതാണ്. ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് വിശപ്പുദാഹം അറിയില്ല. അങ്ങനെയുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. ഗുരുനാഥ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കും. ഞാൻ 2 വർഷമായിട്ട് ദേവി മഹാത്മ്യത്തിലെ 2 ശ്ലോകങ്ങൾ ദിവസവും ചെല്ലാറുണ്ട്, ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അത് ഒരു ദീക്ഷയോടെ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ, അങ്ങനെ ഉണ്ടോ? അതെനിക്ക് അറിയില്ല. എന്നാലും ഞാൻ ദേവി മഹാത്മ്യം അങ്ങനെ 2 ശ്ലോകം ചൊല്ലുന്നതിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. ദേവി മഹാത്മ്യം കംപ്ലീറ്റ് പാരായണം ചെയ്യുന്നത് നേരത്തെ ഒരു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കംപ്ലീറ്റ് ചൊല്ലുന്നതിന് അവിടെ ചില കവചങ്ങളും അതുപോലെ അർഗളവും കീഴകൊക്കെ ചൊല്ലാനുണ്ട്. അവിടെ നമുക്ക് ഒരു പ്രോസസ് ഉണ്ട്. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യം, ഭയം ഇല്ലാതെ ഉപാസന ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ മതി, വേറെ ഒന്നുമല്ല. അത് 1-2
നന്ദി ഗുരുനാഥ. ഒരുപാട് കാലമായി ഒരു സദ്ഗുരുവിനെ തേടി നടക്കുന്നു. അപ്പൊ ദേവി എന്നെ അങ്ങയുടെ അടുത്ത് എത്തിച്ചു എന്ന് വിചാരിക്കണം. ഞാൻ ഒരുപാട് സത്യം പറയാം, നന്ദിയുണ്ട്. നിങ്ങൾ ഇതിങ്ങനെ പറയുമ്പോ എനിക്ക് എന്റെ ഉത്തരവാദിത്തം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് ശരിക്കും. ഞാൻ പറയേണ്ട പോകട്ടെ. അത് സത്യം അതല്ല, തന്നെയാണ്. അമ്മ ആര് പറഞ്ഞു സത്യമാണ്. തരും എന്നുള്ളതൊരു ഇപ്പോഴാണ് ശരിക്കും ഒരുപാട് നന്ദിയുണ്ട്. എത്രയോ സന്തോഷം. കാലമായിട്ട് ഇത് പഠിക്കാനും ഇത് അർത്ഥം അറിയണമെന്നും ആഗ്രഹം ഉണ്ട്. എങ്ങനെയാന്നറിയില്ല ഇതിലേക്ക് എത്തിപ്പെട്ടു. ദേവി എത്തിക്കും. മനസ്സിലെ അങ്ങനെയാണ് ആഗ്രഹം അവിടെ എത്തിച്ചു. ദേവി എത്തിക്കും. നമ്മൾ അതിയായി എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് നമ്മൾക്ക് സംഭവ്യമായിരിക്കും. അത് നമ്മുടെ മുൻപിൽ അവതരിക്കും. അത് തീവ്രമായി ആഗ്രഹിക്കുന്നതാണ് ശരിക്കും സങ്കല്പം. അത് സങ്കല്പ ശക്തി എന്ന് പറയുന്നത് അതിന് തന്നെയാണ്. മനസ്സിന് ശരിക്കും രണ്ട് ഗുണമാണുള്ളത്. ഒന്ന് സങ്കല്പം, ഒന്ന് വികല്പം. അപ്പോൾ ആ മനസ്സിന്റെ സങ്കല്പത്തോട് ചേർത്ത് നിർത്തിയാൽ എന്താണോ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മേ ബി ഈവൻ നെഗറ്റീവ് ആയാൽ പോലും നിങ്ങൾക്കത് നേടാൻ പറ്റും. പക്ഷെ അതിന്റെ കർമ്മഫലം പിന്നെ നമ്മൾ പേരണമെന്ന് മാത്രമേ ഉള്ളൂ. സങ്കല്പം ഭയങ്കര ഉദ്ദേശിച്ചത് എന്തും ആവാം. എന്താണ് സങ്കല്പം നമുക്ക് എന്തും വയ്ക്കാം. പക്ഷെ അതാണ് ഈ പറയുന്നത്. കാരണം ഈ പ്രകൃതിയിലുള്ള എന്തും എനിക്ക് നേടാം. പക്ഷെ അത് മറ്റുള്ള ആളുകൾക്ക് ഹിതകരമാവുന്നെങ്കിൽ എനിക്ക് നന്മയുണ്ടാവും. മറ്റുള്ള ആളുകൾക്ക് അത് ദോഷം ചെയ്യുന്നതാണെങ്കിൽ എനിക്കും എന്റെ കുലത്തിനും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്റെ അടുത്ത അതാണ്. അപ്പൊ ശരി, ഞാൻ ഇനി ലീവ് ചെയ്യാണ്. ഓക്കെ എന്റെ ആരോഗ്യം അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ ഇനി ബാക്കി പറയാൻ ചോദിക്കാൻ? ഒരേ പ്രാവശ്യം നമ്മൾ സഹസ്രാഞ്ജന്മ സങ്കല്പം എടുക്കുന്നത് ഒറ്റ പ്രാവശ്യം എടുത്തിട്ട് പിന്നെ സങ്കല്പത്തിന്റെ ആവശ്യം. സങ്കല്പം ഓരോ കാര്യത്തിൽ അത് ഉപാസന ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത്. സാധന ചെയ്യുമ്പോൾ, കാരണം ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് ലളിതാ സഹസ്രനാമം നമ്മൾ ഉപാസന ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ പവർഫുൾ ആണ്. നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഒരു സങ്കല്പം വെച്ച് അത് ഇത്ര ദിവസം എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് എന്തായാലും മാനിഫെസ്റ്റ് ചെയ്ത് കിട്ടും നമുക്ക് ശരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സങ്കല്പം. അപ്പോൾ അത്രയും ദിവസം ആ പെർട്ടിക്കുലർ ഒരൊറ്റ സങ്കല്പം മാത്രമേ നമുക്ക് ഉണ്ടാവൂ. എൻറ്റയർ സങ്കല്പം അതായിരിക്കും. എന്നാലും ദേവിയുടെ അടുത്ത് നമുക്ക് സങ്കല്പം ചെയ്യുമ്പോൾ നമ്മൾ സ്വാർത്ഥരാവാൻ പാടില്ല. അപ്പൊ ജനറലായിട്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല സങ്കല്പം ചെയ്യുന്നത്. അതാണ് പറയുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്നത് ഗൃഹസ്ഥാശ്രമി ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സമൂഹത്തിലായിരിക്കാം. നമ്മൾക്ക് ചെയ്തു തീർക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ സങ്കല്പം എന്തിനാ എടുക്കുന്നതെന്ന് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ അവസ്ഥ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ സ്വാധീനിക്കും. നിങ്ങൾ എത്ര നന്മയുള്ള ആളുകളായാലും നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് നിങ്ങളെ സ്വാധീനിക്കാനുള്ള ശക്തി ഉണ്ടാവും. ആ സ്വാധീനങ്ങളിൽ നിന്ന് മുക്തനായി എന്താണോ ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ കൃത്യതയിൽ എന്താ പറയുക പൂർത്തിയാക്കാനാണ് ശരിക്കും സങ്കല്പങ്ങൾ നമ്മൾ എടുക്കുന്നത്. അത് ഈ പറയുന്ന പോലെ എപ്പോഴും ഞാൻ ദേവി മാർഗത്തിൽ പോകുമ്പോൾ ഒരാൾക്ക് ഈ ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ അങ്ങ് ടോട്ടലി മാറും. ഇതാണ് ഇതിന്റെ ഒരു യഥാർത്ഥ സത്യം. ഞാൻ പറഞ്ഞില്ലാന്നേ ഉള്ളൂ. എന്തായിരുന്നു പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ എക്സാക്ട് എന്താ പറയുക ഒരു മോഡിഫൈഡ് വേർഷൻ ആയിട്ട് നിങ്ങൾ മാറും. നിങ്ങൾ അറിയാതെ ഈ മാറ്റങ്ങളുള്ളിൽ സംഭവിച്ചിട്ടുള്ളതാണ്. കാരണം നിങ്ങളുടെ വീക്ഷണം മാറാൻ തുടങ്ങും. ഓരോ കാര്യം നിങ്ങൾ അറിയുന്നതോടുകൂടി അതിനെ സമീപിക്കുന്ന രീതി മാറും. ഇങ്ങനെ മാറി നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ അറിയാതെ റിഫൈൻമെന്റ് നടന്നുകൊണ്ടേയിരിക്കും. നിഷ്കാമമായിട്ട് ജപിച്ചു തുടങ്ങുന്ന എന്താണ് നിഷ്കാമമായിട്ട് ജപിച്ചു തുടങ്ങുന്ന അർത്ഥം. അത് ഓട്ടോമാറ്റിക്. നമ്മളിപ്പോ നിഷ്കാമമായി ജീവിക്കാൻ നിങ്ങൾ പെർപ്പസ്ഫുള്ളി ശ്രമിച്ചു നോക്കൂ, പറ്റൂല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണം ഞാൻ ഇന്ന് ആരോടും ദേഷ്യപ്പെടില്ല എന്ന് നിങ്ങൾ രാവിലെ തീരുമാനിച്ചെന്ന് വിചാരിച്ചോ, ഓട്ടോമാറ്റിക്കലി അന്നത്തെ ദിവസമായിരിക്കും നിങ്ങൾ ഏറ്റവും അധികം ദേഷ്യപ്പെടുന്നു. കാരണം പേർപ്പസ്ഫുള്ളി നിങ്ങൾ ശാന്തനാവാൻ ശ്രമിക്കുകയാണ്. അതൊരിക്കലും നമുക്ക് സംഭവിക്കില്ല. പക്ഷെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ സട്ടിൽ ബോഡിയിലാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ സൂക്ഷ്മതയിലാണ് ഈ കാര്യം ആദ്യം സംഭവിക്കേണ്ടത്. സൂക്ഷ്മതയാണ് സ്ഥൂലമായിട്ട് വരുന്നത്. അതായത് നമ്മൾ പറയല്ലേ, സൂക്ഷ്മമായ തലങ്ങളിൽ ഇപ്പൊ മനുഷ്യന് എങ്ങനെ രോഗം ഉണ്ടാവുന്നതെന്ന് അറിയും. ശരിക്കും മനുഷ്യന് രോഗം ഉണ്ടാകുന്നത് ശരിക്കും സൂക്ഷ്മതയിൽ നിന്നാണ്, അവന്റെ ചിന്തകളിൽ നിന്നാണ്. നമ്മുടെ എല്ലാവരുടെയും അസുഖങ്ങൾ ഉണ്ടാകുന്നത് ചിന്തയിൽ നിന്നാണ്. ചിന്തകളിൽ തുടങ്ങി സൂക്ഷ്മ ശരീരത്തിനെ അത് ഗ്രസിച്ച് ആ സൂക്ഷ്മ ശരീരത്തിൽ മുഴുവൻ ആ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് അത് ശരീരത്തിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് വരിക. ആ ശരീരത്തിൽ വരുമ്പോൾ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. എന്തുകൊണ്ട്? എന്റെ സെൻസറി ഓർഗൻസ് വർക്ക് ചെയ്യുന്നത് ഈ ബോഡിയിലാണ്. ഈ ബോഡിയിലേക്ക് ഈ അസുഖം എത്തുമ്പോൾ മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ. അതിനു മുമ്പേ ഓൾറെഡി അസുഖം എന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ചിന്ത സൂക്ഷ്മ തലത്തിൽ മാറാൻ തുടങ്ങും. ഇത് അഭ്യസിക്കാൻ തുടങ്ങും.
അപ്പൊ നമ്മള് ഒരു സങ്കല്പം ജപിക്കുമ്പോൾ യോഗക്ഷേമ മഹാമയ എന്നുള്ള ദേവി തന്നെ എന്തായാലും നമ്മുടെ കാര്യങ്ങൾ നിങ്ങൾ ഒരു സങ്കല്പം എടുക്കുമ്പോൾ അത് നന്മയുടേതാണെങ്കിലും തിന്മയുടേതാണെങ്കിലും ദേവി അത് സാധിച്ചു തരും. പക്ഷെ അതിന്റെ കർമ്മഫലം അത് നമ്മളോട് ഒട്ടിച്ചേരും. അതാണ്. ഗുരുജി, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നേ. പറയൂ. എനിക്ക് ഈ സെഷൻ മൊത്തമായിട്ട് കാണാൻ പറ്റിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആയി പോയി. ആണല്ലേ? എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മളിപ്പം ഇത് പഠിക്കുമ്പം പൂജ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരുമോ? അതിനുള്ള സാഹചര്യം, ഒരു പൂജാമുറി അങ്ങനെയൊന്നും എന്റെ വീട്ടിലില്ല. മാനസികമായിട്ട് ചെയ്യാം. ഞാൻ അതിന്റെ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, നിങ്ങൾക്ക് മാനസികമായിട്ട് ചെയ്യാം. മാനസിക ക്രമമാണ് ഏറ്റവും സ്ട്രെങ്ത്. പക്ഷെ സാധാരണക്കാരന് ചിലപ്പോൾ മൈൻഡ് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉപാധികൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ അയ്യപ്പന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അയ്യപ്പ ചരിത്രത്തില് ശരിക്കും അയ്യപ്പ ഗീത എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. വളരെ വിശിഷ്ടമായ ഗ്രന്ഥമാണ്. അവിടെയാണ് 18-ാം പടിയുടെ തത്വമൊക്കെ പറയുന്ന ഒരു ഗ്രന്ഥമാണ്. പക്ഷെ അതിൽ എങ്ങനെയാണ് ആ ടെക്സ്റ്റ് എഴുതിയതെന്ന് പറഞ്ഞാൽ, അയ്യപ്പനെയും ശബരിയെയും ഉപാധിയാക്കിയിട്ട് വേദാന്ത തത്വമാണ് അവിടെ എഴുതി വെച്ചത്. ഉപാധികൾ ഉപയോഗിക്കുക നമ്മൾ, അതായത് ടൂൾസ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ടൂൾസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശരിക്കും നമ്മൾക്ക് ഒരു ആശയം മനസ്സിലുണ്ടെങ്കിൽ ആ ആശയത്തിലേക്ക് നമ്മൾക്ക് എളുപ്പം എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് എക്യുപ്മെന്റ്സ് ആൻഡ് ടൂൾസ് ഉപയോഗിക്കുന്നത്, അല്ലെ? ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാൽക്കട്ടയിൽ പോകാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ അതിന് എന്ത് ടൂൾ ഉപയോഗിക്കും? നിങ്ങൾ ട്രാൻസ്പോർട്ട് മോഡിൽ ഏതാണ് ടൂൾ? അത്രേ ഉള്ളൂ. ആധ്യാത്മികതയിലും ഇത് തന്നെയാണ്. അതാണ് പറയുന്നത്, ആധ്യാത്മികത ശരിക്കും ദൈനംദിന ജീവിതത്തിൽ നിന്ന് വ്യത്യാസമല്ല. ശരിക്കും മനുഷ്യൻ വിചാരിക്കുന്നത് ഇത് ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ലോകത്ത് മാത്രം ജീവിക്കാനുള്ളതാണ്. ഈ ലോകത്തുള്ളതല്ല. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഏതിലൂടെയൊക്കെ കടന്നു പോകുന്നു, അതിന് ഈശ്വരീയ തലം, ഒരു ഡിവൈൻ എന്താ പറയാ ഡയമെൻഷൻ ആണ് ശരിക്കും അധ്യാത്മികം. അപ്പോ ഞാൻ എന്നും കടമെടുക്കുന്ന വാക്ക്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്ക് ഓഷോയുടെ ആണ്. അത് സ്പിരിച്വാലിറ്റി ഈസ് ദ അറ്റ്മോസ്റ്റ് ലക്ഷറി, ദ സുപ്പീരിയർ ലക്ഷറി ഓഫ് മാൻകൈൻഡ്. അതാണ് എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വിളക്കൊന്ന് കത്തിച്ച് വെച്ച് നാമം ചെല്ലുമ്പോൾ ഈ നാമം ഒന്ന് ജപിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യണേന്, ഇത് പഠിച്ചിട്ട് ചെയ്യണേന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലെ? വിളക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഇല്ലേ? നിങ്ങളുടെ ശരീരത്തിൽ അഗ്നിതത്വം ഇല്ലേ? ഇനി വിളക്ക് വയ്ക്കാൻ പറ്റില്ല. സൂര്യൻ എന്താണ്? അഗ്നിയാണ്. പിന്നെന്താ? നിങ്ങൾക്ക് എല്ലാ കാര്യവും നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ അത് നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെ തിരിച്ചറിയുക മാത്രമേ നമ്മൾ ചെയ്യൂ. ഇത്ര മാത്രമേ ചെയ്യൂ. ഞാൻ ഈ ലളിതാ സഹസ്രനാമം ബുക്ക് വാങ്ങി വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ചെല്ലും. ബാക്കി ഞാൻ ഇങ്ങനെ ഒന്നാമതേ വായിക്കാനൊന്നും അറിയത്തില്ല, എല്ലാം ഒന്നും കിട്ടത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് ഇടയ്ക്കൊക്കെ ചെല്ലണ ഒരാളാ. അതിന് നിങ്ങൾ പറഞ്ഞൊരു കാര്യം, ഈ ചോദ്യം ആരും ചോദിച്ചില്ല, പക്ഷെ ഇപ്പൊ സംസാരത്തിന്റെ ഇടയിൽ വന്നത് വളരെ നല്ലതായി. ലളിതാ സഹസ്രനാമത്തിന് അങ്ങനെ ഒരു കൺവീനിയൻസ് ഉണ്ട്. അത് മാലാമന്ത്രമാണെങ്കിലും ഈ പറയുന്ന പോലെ നമ്മുടെ ആവശ്യാനുസരണം കുറച്ച് ചൊല്ലി അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്തോത്രം കൂടിയാണ് അത്. അതുകൊണ്ട് അഭ്യസിക്കുന്ന കാലത്ത് അതങ്ങനെ തന്നെയാണല്ലോ. നിങ്ങളിപ്പോ ഇപ്പൊ MBBS നമ്മൾ ചേർന്നാലും ഒരു സർജറി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഘട്ടം ഘട്ടമായിട്ടല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. കംപ്ലീറ്റ് ഒരു സർജറി ഇൻ വൺ സ്ട്രെച്ച് നമ്മൾ പഠിപ്പിക്കും. ഇനി അതെല്ലാം കളരിയിൽ പോയാൽ കളരി പഠിക്കാം. ഏത് വിദ്യ പഠിക്കുമ്പോഴും ഘട്ടം ഘട്ടമായിട്ടാണ്. ആ പഠനകാലം എന്ന് പറയുന്നത് അതാണ്. നമ്മളും പഠനകാലത്ത് ഇപ്പം ക്ലാസ് എടുക്കുമ്പോൾ അന്ന് എനിക്ക് ഫുള്ളും ലളിതാ സഹസ്രനാമം അവരെ കൊണ്ട് ചൊല്ലിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓരോന്നും അടുത്ത് അങ്ങനെയല്ലേ നമ്മൾ അഭ്യസിക്കുക. ഇപ്പോഴും ഞാൻ അടിവരയിട്ട് പറയുന്നു, ഭാരതീയരുടെ ഈശ്വര സങ്കല്പം എന്തല്ല? ശിക്ഷ വിധിക്കുന്ന ഒരു ഈശ്വരൻ നമുക്കില്ല. ഓക്കെ, ഈശ്വരൻ ഞാൻ തന്നെയാണ്. ഈശ്വരന്റെ ലിമിറ്റഡ് വേർഷൻ ആണ് ഞാൻ എന്നാണ് നമ്മുടെ ശാസ്ത്രം. ഗുരുവേ, നമുക്ക് കർമ്മഫലമില്ലാത്ത ഏറ്റവും നല്ല സങ്കല്പം എന്താണ്? കർമ്മഫലം നമ്മൾക്ക് വരാത്ത ഏറ്റവും നല്ല സങ്കല്പം. കർമ്മഫലം വരാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്താണെന്ന് അറിയും? നമ്മൾ ശ്രീവിദ്യക്കാരൊക്കെ അനുഷ്ഠിക്കുന്ന ഒരു ഇതുണ്ട്. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാല് എന്നെ തന്നെ ഞാൻ ദേവിയെ സമർപ്പിക്കും. നീ എന്താണോ ഇന്ന് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ചെയ്യാം. ദേവിയുടെ ദാസ്യഭാവം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് ഞാൻ ദേവിക്ക് വേണ്ടി ചെയ്യാണ്.
നിങ്ങളുടെ കർത്തൃത്വം അതിൽ നിന്ന് എടുത്തു മാറ്റുക. എന്ത് ചെയ്യുമ്പോഴും നിങ്ങളൊരു മുറ്റം അടിക്കുന്നുണ്ടെങ്കിലും അത് ദേവി പറഞ്ഞിട്ട് ഞാൻ ചെയ്യാം. നിങ്ങൾ ഒരു ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ദേവിക്ക് വേണ്ടി ചെയ്യാം. നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് ദേവിക്ക് വേണ്ടി ചെയ്യാം. അങ്ങനെ ജീവിക്കാൻ പറ്റണേ, അത് കുറച്ച് ടഫാണ്. അങ്ങനെ പറ്റുമെങ്കിൽ അതിന്റെ ഒക്കെ കർമ്മഫലം ആരെടുത്തോളൂ. പക്ഷെ ഒരാളെ ദ്രോഹിക്കുമ്പോൾ ഇത് പറയരുത്. അതായത് ദേവി ചെയ്യിപ്പിക്കുന്നു എന്ന് പറയാം. ദേവിയെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സമർപ്പിക്കാം. നമ്മളെ ടോട്ടൽ സറണ്ടർ എന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ ലളിതാ സഹസ്രം ദേവി മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചിന്ത ദൈവീക ചിന്തയായി മാറും. അവിടെ നിങ്ങളെ ആസുരീകതൊക്കെ മാറി നിൽക്കും. അങ്ങനെയുള്ള ഒരാള് ദേവീ സമക്ഷത്തിൽ സമ്പൂർണനായി സമർപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ അത് ഈശ്വരീയ കർമ്മമായി മാറും. അത്രയും പവിത്രമാവും. പക്ഷെ നമ്മൾ ആ മനസ്സിന്റെ തലത്തിലേക്ക് നമ്മൾ ഉയരണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ധ്യാനാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അല്ലേ? ധ്യാനാവസ്ഥയല്ല ശരിക്കും. എപ്പോഴും ഭക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നല്ല വളരെ രസമുള്ള ഒരു ഡെഫിനേഷൻ എന്താ അറിയോ? നമ്മൾ വിളക്കിലേക്ക് എണ്ണ പകരുമ്പോ എങ്ങനെയാണ് ആ എണ്ണ ഇടമുറിയാതെ ഒഴിയൂലേ? ആ പാത്രത്തിൽ നിന്ന് വിളക്കിലേക്ക് ആ ധാരം മുറിയാതെ ഒഴിയുന്നതെയാണ് ശരിക്കും ഭക്തി എന്ന് ഡിഫൈൻ ചെയ്യുക. ആ ധാരം മുറിയാതെ. അതുപോലെ എന്റെ ജീവിതത്തിൽ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ഈശ്വരനുമായി എന്ത് ചെയ്താലും ഈശ്വരനായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താലും എന്തായി? ആ ധാരം മുറിയാതെയായി. ആ ധാരം മുറിയാതെ ഇരിക്കുമ്പോ എന്തായി? ഞാൻ ടോട്ടലി ദൈവത്തിന്റെ കൂടെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ചെയ്യുന്നത് എന്തും ഈശ്വരീയ പ്രവൃത്തിയാണ്. പക്ഷെ ആ തലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകണം. ഈ ഒരു പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ കുറച്ച് ടഫാണ്. എനിക്കറിയില്ല താങ്കളുടെ കർമ്മമണ്ഡലം എങ്ങനെയാണ്, ജീവിത രീതി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാണ്, സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ആ ഒരു തലത്തിൽ മനസ്സിനെ ആദ്യം കൊണ്ടുവന്നിട്ട് വേണം അത് എക്സസൈസ് ചെയ്യാൻ. അത് വളരെ ടഫാണ്. ഇനീഷ്യലി എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഇപ്പൊ ഞാൻ അതായിട്ട് താതാത്മ്യം പ്രാപിച്ചു വരുന്നു. നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ ആൾക്കറിയും. അങ്ങനെയുള്ള ആളുകളുടെ മുഖത്ത് സദാ എന്തുണ്ടാവും? പുഞ്ചിരി ഉണ്ട്. എപ്പോഴും 24 hours നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും പുഞ്ചിരി ഉണ്ടാവും എന്നാണ് പറയാം. അപ്പോ നമ്മുടെ നോട്ടത്തില് കാരുണ്യം ഉണ്ടാവും. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും ഈ പറയുന്ന മാതൃത്വവും വാത്സല്യൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് ഓട്ടോമാറ്റിക് എന്റെ ചിന്താമണ്ഡലം ഫുൾ അങ്ങനെയായിരിക്കും. അപ്പൊ ഞാൻ ചെയ്യുന്നതെല്ലാം അങ്ങനെയായിരിക്കും. എന്റെ ശരീരവും അത് മാനിഫെസ്റ്റ് ചെയ്യും. എന്റെ മുഖത്ത് ഒക്കെ അതിന്റെ ആയിരിക്കും. അങ്ങനെ ഒരാളെ കാണുമ്പോൾ തന്നെ സദാ നമ്മൾ എന്തുണ്ടാവും ആ ആളുടെ അടുത്തേക്ക്. അത് എങ്ങനെയാ പറയാ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു വിടർന്ന സൂര്യകാന്തിയോ അല്ലെങ്കിൽ ഏത് പുഷ്പം വിടർന്നാൽ എന്താവും? അതിന്റെ അടുത്തേക്ക് ആര് വരും? വണ്ടുകളും അല്ലെ ഷഡ്പഥങ്ങൾ വരും. എന്തുകൊണ്ടാണ്? അത് 100% വിരിഞ്ഞിട്ടാണല്ലോ. പൂർണ്ണത, പൗർണമി. അങ്ങനെ ആവാൻ ശ്രമിക്കുക. 100% ആവാൻ ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ലോകം നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞ പോലെ അമ്മ പ്രവർത്തിപ്പിക്കുന്ന പോലെ ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ചിന്ത അല്ലെ? തീർച്ചയായും ശ്രീരാമകൃഷ്ണനൊക്കെ അങ്ങനെ ടോട്ടൽ സറണ്ടർ ചെയ്ത ഒരു ദിവ്യാത്മാവാണ് ശരിക്കും. ടോട്ടലി സറണ്ടർ ചെയ്തത്. അതെ അതെ. അങ്ങനെ ഗുരുജി പറഞ്ഞ പോലെ രാവിലെ നമ്മൾ അങ്ങനെ ഒരു കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് കുറെ കൂടി നമുക്കത് എളുപ്പം നടന്നെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ആദ്യം മനസ്സിലാക്കുക. ഞാൻ എന്ന അസ്തിത്വത്തെ മനസ്സിലാക്കുക. ആ അസ്തിത്വത്തിൽ ദേവി എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓരോ കോശത്തിലും സ്പന്ദനം പോലും. സൗന്ദര്യ പറയുന്നുണ്ട്, ശിവന് സ്പന്ദിക്കണമെങ്കിൽ ഊർജ്ജം ആവശ്യമാണ്. അത് ആണ് ശക്തി. അപ്പൊ അങ്ങനെ എന്റെ കോടാനുകോടി കലകളിൽ പോലും അവൾ സ്പന്ദനമായി വസിക്കുന്നു. അവിടുന്ന് മുതൽ ഞാൻ അവളെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചുറ്റും എന്തിനും എനിക്ക് അവളെ കാണാൻ പറ്റും. ചിന്തകൾ പോലും നിയന്ത്രിക്കുന്ന ദേവിയാണ്. എന്തിലും ഞാൻ പറഞ്ഞില്ല, ശ്വാസം എടുക്കുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശ്വാസത്തെ ആസ്വദിച്ചിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സദാ ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഈ അവധൂതന്മാരൊക്കെ കണ്ടില്ലേ? നമ്മൾ പറയും അവർക്ക് വട്ടാണ്, ഭ്രാന്താണ് എന്നൊക്കെ പറയില്ലേ? അവധൂത സന്യാസിമാരൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പൊ നാരായണത്ത് ഭ്രാന്തന് നമ്മൾ എന്താണ് വിളിക്കുന്നത്? നാരായണത്ത് ഭ്രാന്തൻ. എന്നാല് കേരളം കണ്ട ശങ്കരാചാര്യർക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും മഹത്തായ താന്ത്രികനാണ്. ഭദ്രകാളിയോട് പോലും അല്ലേ? നമുക്കറിയാലോ, ഭദ്രകാളിയോട് വേദമന്യെ പെരുമാറാൻ വേണ്ടിയിട്ട് പറ്റിയ മഹത്തായ താന്ത്രികനാണ്. പക്ഷെ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ സമൂഹം അടച്ചാക്ഷേപിക്കും. അതൊക്കെയാണ് ഞാൻ പറഞ്ഞ ആ തലത്തിൽ ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നമ്മളെ തിരിച്ചറിയില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് മാതാ അമൃതാനന്ദമയിയുടെ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സ്വന്തം അച്ഛനും അമ്മയും പോലും ഇനീഷ്യലി അവരെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവരുടെ ഗ്രാമവാസികൾക്ക് അവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇന്ന് ലോകം അവരെ മനസ്സിലാക്കും. എങ്ങനെയാണ്? ആധ്യാത്മിക മാർഗത്തിൽ നമുക്ക്
കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇങ്ങനെയുള്ള തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ. കാരണം സമൂഹം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ആ ഒരു പ്രശ്നം. നമസ്തേ അവിനാഷ് ജി. നമസ്തേ. ഞാൻ അനൂപ് പരിയാരം. ഓ, പിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഞങ്ങളുടെ തറവാട്ടില് ശ്രീചക്ര ആരാധനയൊക്കെ ഇല്ലയാണ്. ഓക്കെ. അപ്പോൾ ശ്രീചക്ര ആരാധനയും നമ്മുടെ ലളിതാ സഹസ്രനാമം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ച്. അവേദ്യ ബന്ധമാണ്. ബിന്ദു മണ്ഡലവാസിനി, കുറെ നാമങ്ങൾ എടുക്കാം. ബിന്ദു മണ്ഡലവാസിനി, ആരാ ബിന്ദു? ഏതാ ബിന്ദു? ലളിത. ആ, ശ്രീചക്രത്തിലെ ലളിതയുടെ സ്ഥാനമാണ് ബിന്ദു. ഒരുപാട് ഇത് ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ ശ്രീചക്ര ആരാധനയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പാണ്. അവിടെ നമ്മൾ വാരാഹി ദേവിയുടെ 4 കൈകൾ ശരിക്കും എന്താണ്, നിങ്ങൾ അർത്ഥം ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ധ്യാന ശ്ലോകം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ദേവിയുടെ 4 മന്ത്രി മാതംഗീനൊക്കെ പറ്റി പഠിക്കും. അതൊക്കെ ശ്രീചക്രത്തിലെ ദേവിയുടെ അംഗദേവതകളാണ്. ദേവി പരിവാര സമേതയായിട്ടാണ് ഭണ്ഡാസുരനുമായിട്ട് യുദ്ധത്തിന് പോകുന്നത്. അവിടെ ഗണേശ ഇല്ലേ, ഗണേശന്റെ 28 അക്ഷരങ്ങൾ അടങ്ങുന്ന നാമം ആണ് വിഘ്നയന്ത്രം പ്രഹർഷിത. നിങ്ങൾ എന്തെടുത്ത് പരിശോധിച്ചാൽ അത് ടോട്ടലി ശ്രീചക്രാണ്, ലളിതാ സഹസ്രനാമം. അതെ, നമ്മള് പൂർണ്ണമായിട്ടും ലളിത പിന്നെ വായിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ ലളിത എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ശ്രീവിദ്യാ ക്രമത്തില് ലളിത എന്നും ചൊല്ലേണ്ടതാണെന്ന് ഗുരുക്കന്മാര് പറയാറുണ്ട് ശിഷ്യന്മാരോട്. എന്നും ചൊല്ലേണ്ടതാണ് ലളിത. കാരണം ആ ചൊല്ലിയിട്ട് ആ ഭാവം, ആ ദേവിയുടെ ആ രൂപം മനസ്സിൽ ഉറച്ചാൽ എളുപ്പമാണ് ശ്രീചക്രം പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ ഞാന് രാവിലെയും വൈകിട്ടുമായിട്ട് ഞാൻ ലളിത പിന്നെ പാരായണം ചെയ്യുന്നുണ്ട്. അപ്പോ എനിക്കൊരു ഏകദേശം ഞാൻ ആരംഭിക്കുന്ന സമയത്ത് 1 മണിക്കൂറിന് മുകളില് പോകുന്നുണ്ടായിരുന്നു. കൃത്യം അത് തുടക്കം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ നാമങ്ങളായിട്ട് പരിചയപ്പെട്ട് വരുമ്പോൾ കൃത്യം പറഞ്ഞ 38 മിനിറ്റ് 40 മിനിറ്റ് കൂടി 40 മിനിറ്റിലേക്ക് എനിക്ക് ചൊല്ലി പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ട്. അതാണെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ പ്രാണായാമം സംഭവിക്കും. ഒരു 38-40 മിനിറ്റിന്റെ കൃത്യം ആ ക്രമത്തിൽ നമുക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രാണായാമം സംഭവിക്കും നിത്യം. പക്ഷേ ജപിക്കുന്നതിന്റെ ഇടയിൽ ശ്വാസം കിട്ടാൻ കുറച്ച് പ്രയാസം വരുന്നുണ്ട്. അല്ല, അത് ഈ പറയുമ്പോൾ ഞാൻ 38 എന്ന് പറയുന്നത് നിത്യം ജപിച്ച് ശീലിക്കേണ്ടതാണ്. അല്ല, എനിക്ക് ആവുന്നുണ്ട്, 38 ആവുന്നതിന് മുന്നേ തന്നെ തീരുന്നുണ്ട്. പക്ഷെ ഇടയില് ഇങ്ങനെ അല്ല, 38-ന് മുൻപേ തീർന്നാലും അത് ഡേഞ്ചറാണ്. കാരണം അത് ഈ പറയുന്ന ശ്വാസക്രമത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. കൃത്യമായ ഒരു താളാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം ഒരു 38-40 മിനിറ്റിന്റെ ഉള്ളിൽ ജപിച്ച് തീരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ താളക്രമമാണ്. ആ താളക്രമത്തില് നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ പറയാ പ്രാണായാമം സംഭവിക്കും. ഞാനൊരു ആസ്മ പേഷ്യന്റ് ആണ്. അതുകൊണ്ട് സാവകാശം ഈ പറയുന്ന പോലെ അവനവന്റെ ശരീരത്തിന്റെ സ്ഥിതിയും കൂടെ ആലോചിക്കണം. ഇനി സാവകാശം എടുത്ത് ജപിച്ചാലും ഇനി അത് കേട്ട് പഠിക്കുമ്പോ നമുക്ക് അതുപോലെ ഹൃദിസ്ഥമാക്കിയിട്ട് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ലേ, ജപിക്കാൻ പറ്റില്ലേ? ഏറ്റവും ബെസ്റ്റ് ആണ് സമയാചാരം. അത് ഈ പറയുന്ന, പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് അത് അത്ര എളുപ്പമല്ല. ജനറലി ആണ് ഞാൻ പറയുന്നത്. പക്ഷെ ചില ആളുകൾക്ക് നല്ല വിഭാവന ശേഷി ഉണ്ടാവും, അവർക്ക് പറ്റും. ചില ആൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, ചില ആളുകൾക്ക് അങ്ങനെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ പറ്റില്ല. ചില ആൾക്ക് നല്ല ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റും, ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് അതേ പകർത്താൻ പറ്റും. എല്ലാവർക്കും പറ്റില്ല. അപ്പൊ വിവിധ ആളുകളുടെ ഭാവനാതലം വ്യത്യാസം ഉണ്ടാവും. എനിക്ക് കണ്ണടച്ച് മനസ്സിൽ ദേവീനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം, ഉരുവിടണം എന്നാണ്. അത് എനിക്ക് കാണാപ്പാടം പഠിക്കാത്തതുകൊണ്ട് പറ്റുന്നില്ല. അതൊരു അത് നമുക്ക് ശരിയാക്കാം. നമുക്ക് ക്ലാസ്സിൽ അതിനുള്ള വിധി നമുക്ക് ഉണ്ടാക്കാം. കാരണം ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ കൃത്യമായിട്ട് ദേവിയെ വിവരിക്കുന്ന ഒരു ക്രമമുണ്ട് അതില്. അപ്പൊ ആ ക്രമത്തിൽ കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന ഭാഗം എത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഇന്നതിനെ കുറിച്ചിട്ടാണ്, ഇത് ഇന്നതിനെ കുറിച്ചിട്ടാണ്, ഇത് ഇന്നതിനെ കുറിച്ചിട്ടാണ്, എങ്ങനെ നമ്മൾ ഭാവനയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു സംശയം ചോദിക്കട്ടെ, നമ്മൾ ഈ പുസ്തകം നോക്കാതെ വായിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, അതിലെന്തെങ്കിലും കാര്യം? അതൊരു നല്ല കാര്യമാണ് അമ്മ പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് എപ്പോഴും നമുക്ക് മനുഷ്യന്റെ ഒരു തലമുണ്ട്. ശരിക്കും മനുഷ്യന് ചിലത് ഈ പറയുന്നല്ലോ ബ്രെയിനിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്.
കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യം, ഡെയിലി ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ലാഗ് വരും, ലേസിനെസ് വരാൻ സാധ്യതയില്ല. നമ്മൾക്ക് ആലസ്യത വേഗം നമ്മൾ പിടികൂടും, മനസ്സിലായോ? അപ്പൊ ആ ആലസ്യതയിൽ എന്ത് ചെയ്യും, നമ്മൾ ചില അക്ഷരം, പിന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ വേറൊരു കാര്യം, ഒരേ പദങ്ങള് ആവർത്തിക്കുന്നില്ല, പക്ഷെങ്കിൽ ചില ചില അക്ഷരങ്ങൾ ചില സ്ഥലത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള അക്ഷരങ്ങൾ, വാക്കല്ല, അപ്പൊ അത് ലൂപ്പായിട്ട് മാറിപ്പോകും. ചില സ്ഥലം എത്തുമ്പോ ആ ചൊല്ലിയ തന്നെ വീണ്ടും നമ്മൾ തിരിച്ച് അവിടെ തന്നെ നിൽക്കും, മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. ഇതൊരു ലൂപ്പിൽ പെട്ടു, അറിയാതെ സംഭവിക്കുന്നതാണത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഡേഞ്ചേഴ്സ് ഉണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പുസ്തകം നോക്കി ചൊല്ലിയാല് അക്ഷരതെറ്റ് സംഭവിക്കാതെ ചൊല്ലാം. പിന്നെ ഫലശ്രുതി വായിക്കണം, അങ്ങനെ ഉണ്ടോ? ഫലശ്രുതി ശരിക്കും നിങ്ങളെ കൺവിൻസ് ചെയ്യുന്നതാണ് ശരിക്കും. അല്ലെങ്കിൽ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക്, എന്താ പറയാ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഉള്ള ഒരു സന്ദേശമാണ് ശരിക്കും ഫലശ്രുതി. ഇത് വായിച്ചാൽ ഇന്നത് കിട്ടും, അതാണ് ഫലശ്രുതി. ഇത് വായിച്ചാൽ എന്താണ് കിട്ടുക എന്നുള്ളതാണ്. അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധനയിൽ വേണമെങ്കിൽ നമുക്കത് ജപിക്കാം. നിർബന്ധം എന്നുള്ളത് ക്രമം ഇല്ല, പക്ഷെ വേണമെങ്കിൽ ചെയ്യാം. അതെന്താ വെച്ചാൽ നമുക്കറിയാലോ, ഇന്നത് ചെയ്ത ഇന്നത് കിട്ടും, ഇന്നത് ചെയ്ത് അതങ്ങനെ നൂറോട്ടം പറയുമ്പോൾ എന്താ, നമ്മളെ ആത്മവിശ്വാസം വർദ്ധിക്കും. ശരി. ഓക്കെ, നന്ദി. എന്താണ് അല്ല, ഒരുപാട് വൈകുന്നുണ്ടോന്ന് അവിടെ? അതിൽ കുഴപ്പമില്ല, സന്തോഷമാണ്. കാരണം എന്താ പറയാ, എനർജിയാണ്. എനിക്ക് ദേവി എന്ന് പറഞ്ഞാൽ എനർജിയാണ്. അത് എനിക്കിപ്പം എന്താ പറയാ, ഉറക്കം പോലും വരാം. ഞങ്ങള് ഈ മഹാലക്ഷ്മി പൂജ ഒക്കെ ചെയ്യുമ്പോൾ അമ്മമാരുടെ അടുത്ത് ഞാൻ ടെസ്റ്റ് ചെയ്ത കാര്യമാണ്. അവരുടെ തന്നെ ഞാൻ പറയും, ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല, അതുപോലെ ഉറങ്ങാൻ പറ്റില്ല അവർക്ക്. കാരണം എന്താ, ഈ പൂജയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജി വരും. ദേവിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പൊ തന്നെ എനിക്കെന്താ, ഞാനിപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി നേരമായി, പക്ഷെ എനിക്ക് ഇപ്പോഴും വിശക്കുന്നില്ല. പക്ഷെ സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ ഈ സമയത്ത് എന്തായാലും കഴിക്കാണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതെന്താണ്, ദേവിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളില് അറിയാതെ തന്നെ ആ ചൈതന്യം ഉണരും. നമ്മൾ അതാണ് അറിഞ്ഞ് നമ്മളിപ്പോ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം അതാണ്, ആ ചൈതന്യ വർധനമാണ്. ഗുരുജി, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ? നമ്മളിപ്പോ ഈ ലളിതാ സഹസ്രനാമ ഈ ഉപാസന ഇതിൽ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് പൂജയൊക്കെ ചെയ്യാനുള്ള നമുക്ക് അത് പഠിപ്പിക്കും നമ്മളെ, ഈ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പൂജയൊക്കെ? തീർച്ചയായും നിങ്ങൾക്കൊരു പൂജാക്രമം ഇതിലുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നാമാവലി ചൊല്ലി പിന്നെ നിങ്ങൾക്ക് അർച്ചന ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ 3ാമത്തെ മണ്ഡലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതക്രമത്തിൽ എപ്പോഴും നമുക്ക് ദൈനംദിനം വീടുകളിലൊക്കെ നമ്മൾ ലാക്ക് ചെയ്യുന്നത് ഈ അർച്ചന സമ്പ്രദായം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ, പുരോഹിതന്മാരെ അപ്രോച്ച് ചെയ്യും, ക്ഷേത്രം. പക്ഷെ ഇത് ഡേ ടു ഡേ ലൈഫിൽ നമുക്കിത്, ഞാൻ പറഞ്ഞില്ലേ, ദേവിക്കും നമ്മൾക്കും ഇടയിൽ നമുക്ക് 3ാമതൊരാൾ ആവശ്യമില്ല. അതിന് ആ ഡിപ്പെൻഡൻസിയാണ് നമ്മൾക്ക് ഈ ആധ്യാത്മികതയിൽ തത്വം അറിയാതെ അന്ധമായി ആചരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അത് നമ്മൾ കൊണ്ടെത്തിച്ചു തന്ന സ്ഥലം എവിടെയാണ്? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പോയി അപേക്ഷിക്കാനുള്ള സ്ഥലം. നമ്മൾ ഈ പറയുന്ന താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ് പോലെ ആയി ഇപ്പം ക്ഷേത്രം. പോയി ദേവനോട് അപേക്ഷ സമർപ്പിക്കുക, അല്ലെങ്കിൽ ഡീൽ ചെയ്യുക. ഇന്നത് കിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്തുതരാം, ഇന്നത് കിട്ടിയാൽ ഇന്നത് ചെയ്തുതരാം. അപ്പൊ ആ അവസ്ഥയിലേക്ക് നമ്മൾ കൂപ്പ് കുത്തിയത് ഉപാസന ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു സംശയം കൂടി തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ ഒത്തിരി പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. എന്റെ മോൻ ഒരു മസ്കുലർ ഡിസ്ട്രോഫി ആയിട്ട് 25 വയസ്സായ മോനാണ്. അപ്പം വയ്യാതിരിക്കുന്ന മോൻ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ജോത്സ്യന്റെ അടുത്ത് പോകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് എനിക്ക് ഒത്തിരി ദുരിതങ്ങൾ വന്നപ്പോൾ ഞാൻ ജോത്സ്യന്റെ അടുത്ത് പോയിരുന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നമ്മുടെ മുജ്ജന്മദോഷം ഉണ്ട് ഒത്തിരി, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ പുള്ളി മോന്റെ ജാതകമൊക്കെ നോക്കിയിട്ട് ഒരു 33 വയസ്സിനകം മോൻ എന്തെങ്കിലും ഒരു അതായത് മോന് ആയുസിന് ദോഷം വരും എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന വെച്ചാൽ, നമ്മളിപ്പോൾ ലളിത സഹസ്രനാമം ജപിക്കുന്നു, അപ്പൊ നമ്മള് ഹിന്ദുക്കൾ പറയുന്നത് നമ്മുടെ മുജ്ജന്മ ദോഷങ്ങളാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ, എന്റെ മോനും വയ്യാതിരിക്കുകയാണ്, കിടപ്പാണ്. അപ്പൊ ഈ ലളിത സഹസ്രനാമം ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ മുജ്ജന്മ ദോഷങ്ങൾ പൂർണ്ണമായി നമുക്ക് മാറ്റാൻ പറ്റുമോ? അത് വിധിയെ തടുക്കാൻ പറ്റുമോ? മുജ്ജന്മ ദോഷങ്ങൾ മാറ്റാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. കാരണം ഭാരതീയർക്ക് എവിടെ നിന്നോ കിട്ടിയ ഒരു കൺസെപ്റ്റാണ് ഈ പറയുന്ന പോലെ നമ്മളുടെ ആയുസ് ഒരു ജ്യോതിഷൻ പ്രവചിച്ചാൽ അല്ലെങ്കിൽ ജാതകം നോക്കി തീർക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ദൈവ അവതാരങ്ങൾ തന്നെ എടുക്കാം, ശ്രീരാമനെ എടുക്കാം, ശ്രീകൃഷ്ണനെ എടുക്കാം. നിങ്ങളൊന്ന് മനസ്സിൽ തട്ടിയിട്ട് പറയും, ശ്രീരാമന് സ്വസ്ഥത ഉണ്ടായ ഒരു ജീവിതമാണോ ശ്രീരാമൻ ജീവിച്ചത്? അല്ല. ശ്രീകൃഷ്ണനെ എടുത്തു നോക്കൂ, അല്ല. പക്ഷേ ആ കഷ്ടതകളിലൂടെയൊക്കെ ഇവര്
ഈ മഹാപുരുഷന്മാർ സഞ്ചരിച്ച് പോയ സമയത്ത് അവരുടെ മുഖത്ത് സദാ ഫിറ്റ് ചെയ്തൊരു സാധനമുണ്ട്. എന്താണ്? ഇഞ്ചിനെയും എല്ലാത്തിനെയും ഈശ്വരന്റെ ഇച്ഛയായിട്ട് കണ്ടിട്ടാണ് ആ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയത്. പിന്നെ അതില് ഇപ്പൊ സത്യം പറഞ്ഞ ശ്രീരാമൻ ഒരു വ്യക്തി എന്ന നിലയിൽ, ഇപ്പൊ ഞാനൊരു ഒരു പുരുഷനായോണ്ട് ഞാനിപ്പോ ഒരു പുരുഷൻ എന്ന നിലയിൽ ശ്രീരാമനെ അളക്കാൻ പോയാൽ ആ ജീവിതം ശരിക്കും പറയാൻ ടോട്ടൽ ഫെയിലിയർ ആണ് ശരിക്കും, അല്ലേ? ടോട്ടൽ ഫെയിലിയർ. പക്ഷെ എന്തുകൊണ്ട് ശ്രീരാമൻ പുരുഷോത്തമനായിട്ട് ലോകം ഇന്നും വാഴ്ത്തുന്നു? ഇന്ത്യക്കാരൻ മാത്രമല്ലല്ലോ, എല്ലാ ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ രാമായണം എന്നും വളരെ പ്രാധാന്യത്തോടു കൂടി അവർ ആചരിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട്, എന്ത് ക്വാളിറ്റീസ് ഉണ്ടായിട്ടാണ് ശരിക്കും ശ്രീരാമൻ പുരുഷോത്തമനായത് എന്ന് ചോദിച്ചാൽ ഉത്തരേ ഉള്ളൂ, കഷ്ടതകളിലൂടെയൊക്കെ നടക്കുമ്പോൾ തന്റെ മൂല്യങ്ങൾ ഒരിക്കലും അടിയറവ് വെച്ചിട്ടില്ല. തന്റെ മൂല്യങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ വർത്ത് എന്ന് പറയുന്ന സാധനം, അതൊരിക്കലും ശ്രീരാമൻ അടിയറവ് വെച്ചിട്ടില്ല. നമ്മൾക്ക് ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും എപ്പോഴും ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ഇപ്പൊ നമ്മൾ ഒരു ദിവസത്തെ എടുത്താൽ തന്നെ നമുക്കറിയാം, പകല് എന്നുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു പാട്ടാണ്. 12 മണിക്കൂർ ആ പകൽ എന്നുള്ളത് എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് എല്ലാം സൗകര്യത്തിനെല്ലാം ചെയ്യാനുള്ള സമയം. പക്ഷെ അതേ പ്രകൃതിയിൽ അടുത്ത 12 മണിക്കൂർ ഇരുട്ടാണ്, അല്ലേ? പക്ഷെ ഇരുട്ട് വന്നാല് എല്ലാ ജീവജാലങ്ങളും ജീവിതം അവസാനിച്ച് തീർന്ന് ഇനിയും എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിരിക്കുകയാണോ ചെയ്യാ? അല്ല. കാരണം എന്താ? അവർക്ക് കൃത്യമായ ബോധ്യം എന്താണ്? അടുത്ത ഹാഫ് പകലാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഈ കറുത്ത കാലഘട്ടത്തെ അത് പ്രകൃതിയുടെ ഭാഗമാണ്, അത് ഈശ്വരന്റെ ഭാഗമാണ്. ഒരു കാര്യവും സ്ഥായിയായി നിലനിൽക്കില്ല പ്രപഞ്ചത്തിൽ, അല്ലെ? ഒറ്റ കാര്യം സ്ഥായിയായിട്ട് നിലനിൽക്കുന്നില്ല. അതെല്ലാം ചാക്രികമാണ്. ഒന്ന് പോയി അടുത്തത് വരും, അത് പോയി അടുത്തത് വരും, അത് പോയി. പക്ഷെ നമ്മൾ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യാശ, ഇപ്പൊ ഞാൻ കടന്നു പോകുന്ന ഈ അമ്മ പറഞ്ഞതുപോലെ ഞാൻ കടന്നു പോകുന്ന എന്റെ മകന്റെ ഈ ഘട്ടമൊക്കെ ആണെങ്കിലും ആ ഘട്ടവും കടന്നൊരു ഘട്ടം ഇനി അടുത്തത് വരാനുണ്ട്. ആ ശുഭാപ്തി വിശ്വാസമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അതെന്താണ് ശരിക്കും? ആ ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രകൃതിക്ക് എതിരെയില്ലേ? പ്രകൃതി നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ഉണ്ടോ, നെഗറ്റീവ് ഉണ്ടാവും, ഇല്ലേ? പരസ്പരം പൂരകമാണ്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു ജീവിതം ഉണ്ടാവുന്നത്. ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഒരു താഴ്ച ഉണ്ടാവണം, അവിടെയാണ് ആ ഫ്ലോ ഉണ്ടാവുന്നത്. അപ്പം ഇപ്പൊ നമ്മളൊരു അപകടം വന്നാൽ നമ്മൾ പറയില്ലേ, പോയി പ്രാർത്ഥിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയോ? ശരിക്കും നമ്മളുടെ മകനോ മകളോ ആരെങ്കിലും ആവട്ടെ, അയാൾ എന്തെങ്കിലും ഒരു ചികിത്സയിലാണ് ഉള്ളതെങ്കിൽ ലോകത്ത് ലക്ഷക്കണക്കിന് ഡോക്ടർമാരുണ്ട്, അല്ലെ? പക്ഷെ എന്റെ കുഞ്ഞ് ആ ചികിത്സക്ക് എത്തുമ്പോ, അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട ആൾ ആ ചികിത്സക്ക് എത്തുമ്പോ, അവിടെ സാക്ഷാൽ വൈദ്യനാഥന്റെ ഗുണമുള്ള കൈകളായിരിക്കണം എന്റെ കുട്ടിയെ തൊടേണ്ടത് ചികിത്സക്ക് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെയാണ് പ്രാർത്ഥനന്റെ ആവശ്യം വരിക. വിധിയെ മാറ്റിമറിക്കുക എന്നുള്ളതല്ല, ഈശ്വരീയത അവന്റെ അടുത്ത് എന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അത് വിധി എന്നല്ല. കാരണം ഞാൻ ഈ ഡാർക്ക് ഫേസിലൂടെ കടന്നു പോകണം. കാരണം എന്താ? പകലുണ്ട്, രാത്രി ഉണ്ടാവും, രാത്രിയുണ്ട്, പിന്നെ അടുത്ത ടേൺ എന്താണ്? പകലിൻ്റെതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഈ രാത്രി വന്നാൽ ആകെ കൈകാലിട്ട് വെപ്രാളടിക്കും. കർമ്മഫലം എന്നുള്ളത് ഈ പറയുന്ന പോലെ നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ തീർക്കണമെന്നില്ല. അത് നാമജപങ്ങളിലൂടെ കത്തിച്ച് കളയണം, ധ്യാനങ്ങളിലൂടെ കത്തിച്ച് കളയണം. അതാണ് എന്റെ ഒരു സംശയം. ധ്യാനങ്ങളിലൂടെ ഒക്കെ കത്തിച്ച് കളയണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ ഈശ്വരന് അഭിമുഖമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ പറയുന്ന തന്നെ മകനായാലും ആൾക്ക് ലഭിക്കേണ്ട നല്ല ചികിത്സ കൃത്യസമയത്ത് ലഭിക്കും. എപ്പോഴാണ് അത് ലഭിക്കുക? എന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ലഭിക്കുക. വിധി എന്നുള്ളത് ശരിക്കും ഭാരതീയന്റെ കൺസെപ്റ്റ് അല്ല. ശരിക്കും വിധിയെ മാറ്റിമറിക്കാനാണ് ഉപാസന. ഇപ്പൊ ഞാൻ എപ്പോഴും രാവണന്റെയാണ് ഉദാഹരണം എടുക്കുക. കാരണം രാവണൻ എന്നുള്ളത് ഏറ്റവും നല്ല ഉദാഹരണമാണ്, അല്ലേ? എങ്ങനെയൊക്കെ ഉള്ളത് വിധിയാണ് അദ്ദേഹം മാറ്റിമറിച്ചത്. ഇപ്പൊ ശ്രീരാമന് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദിത്യ ഹൃദയം ഉപദേശം അഗസ്ത്യന്റെ അടുത്ത് സ്വീകരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ശ്രീരാമന് രാവണൻ തോൽപ്പിക്കാൻ പറ്റിയിരുന്നില്ല ഒരു ഘട്ടത്തിലും. കാരണം അത്രയും തപസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക, അവതാര പുരുഷനെ പിടിച്ചു കിട്ടുക, അയാളുടെ സ്വന്തം ഭാര്യയായ സീതാമാതാവിനെ കൊണ്ടുപോവാ, അത് സാധിക്കും? അത്രയും ആ ഒരു എന്താ പറയാ. അപ്പൊ നമ്മൾ പറയും അത് അയാളുടെ വിധിയിൽ എഴുതി വെച്ചതാണ്. ശരിയാണ്. എന്നാലും അയാളെ ആരെയാണ് തിരിച്ചു വെക്കുന്നത്? സ്വന്തം
അവതാര പുരുഷന്മാരെയാണ് പിടിച്ചു വെക്കുന്നത്. അപ്പം അത്രയും തപശക്തി നമുക്കുണ്ട്. നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിമറിക്കാൻ വേണ്ടി പറ്റും. ജ്യോത്സ്യരടുത്ത് പോകുന്നതുകൊണ്ട് തെറ്റെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുണ്ട് ഈ പറയുന്ന എല്ലാ ശക്തിയും. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ജനിക്കുന്ന സമയം ഈശ്വരൻ ഈ പ്രകൃതിയിൽ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് തികച്ചും നമുക്ക് തന്നിട്ടാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കളിയായി പറയാറില്ലേ, തെങ്ങ് കയറാൻ അറിയാത്ത ആളെ സിംഹം ഓടിച്ചാൽ അയാൾ തെങ്ങ് കയറും അറിയുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? ആ വിദ്യ എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാനത് എനിക്ക് ആ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ആ സമയം വരുമ്പോഴാണ് ഞാൻ പുറത്തേക്ക് എടുക്കുക. അതുകൊണ്ട് അമ്മയും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഘട്ടം എന്റെ രാത്രിയാണെന്ന് ചിന്തിക്കുക. രാത്രിയാകുമ്പോൾ ഞാൻ എന്താ ചെയ്യുക? ശരിക്കും റെസ്റ്റ് എടുക്കൂലേ? ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ റെസ്റ്റ് എടുക്കും, അടുത്ത പകലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഈ അമ്മയും ചെയ്യേണ്ടത് അത് തന്നെയാണ്. ഈശ്വരനില് റെസ്റ്റ് എടുക്കുക, ഈശ്വരനിൽ സമർപ്പിക്കുക, അടുത്ത ആ പ്രഭാതത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റ് ചെയ്യൽ എങ്ങനെയായിരിക്കണം? ഉപാസനയിലൂടെ വെയിറ്റ് ചെയ്യും. തീർച്ചയായും വരും. ശരി ശരി, നന്ദി. അവിനാശി, ഒരു കാര്യം ആ അമ്മ പറഞ്ഞതിന്റെ കൂടെ ഞാൻ പറയാണ്, ഞാനിങ്ങനെയായിരുന്നു. ഈ ആകുലതകള് ജ്യോത്സ്യന്മാർ മാറി മാറി മാറിയിരുന്നു. നമ്മളൊരു ഘട്ടത്തിൽ ഉപാസന തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ദേവീനെ അടുത്തറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജ്യോതിഷത്തിന്റെ അടുത്ത് പോയാൽ ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അവരുടെ അടുത്ത് പോക്ക് അങ്ങ് നിൽക്കും. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പോയാൽ അവിടെ ചെന്നാൽ ചോദിക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥയായി. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എന്തിനാ അവിടെ പോകണമെന്നുള്ളത്. അപ്പൊ അമ്മ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർത്താണ്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സത്യമാണ്. നമ്മൾ ഉപാസനയിൽ നിന്ന് അകന്നത് കൊണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, സാക്ഷാൽ ഭദ്രകാളിയുടെ മണ്ണാണ് കേരളം. ശരിക്കും ഭദ്രകാളിയെ ഉപാസിച്ച ആളുകൾ ആ ഉപാസനയിൽ നിന്നൊക്കെ മാറിപ്പോയതിന്റെ തിക്ത അനുഭവമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. ശരിക്കും ആ അമ്മ എക്സിറ്റ് ആയോന്ന് അറിയില്ല. ആ അമ്മയോട് പറയാനുള്ളത്, എല്ലാ അമാവാസിക്കും പിതൃക്കൾക്ക് പോയി ബലി കൊടുക്കുക, ബലിയിടുക, പിതൃബലി നടത്തുക. അമാവാസിയുടെ രാത്രി കുലദേവതാ ക്ഷേത്രത്തിൽ പോയി ദേവിയെ ഉപാസിക്കുക. അതിലൂടെ നമുക്ക് മാറാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. അമാവാസി എന്നുള്ള ഒരു ദിവസമുണ്ടോ അന്ന് നമ്മൾ കാലത്ത് ബലിയിടണം, പിതൃക്കൾക്ക് വേണ്ടി ബലിയിടണം. വൈകിട്ട് പോയി തർപ്പണം ചെയ്യാന്നാണ് പറയുക. അതാണ് ബലി തർപ്പണം. അപ്പം കുലദേവതാ ക്ഷേത്രത്തിൽ ചെല്ലുക. ഇനിയിപ്പോ എനിക്ക് ശരീരം കൊണ്ട് പറ്റില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ആ സമയത്ത് ആ സന്ധ്യാസമയം കുലദേവതയോട് കൂടി ഇരിക്കുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നേർച്ച സമർപ്പിക്കുക, എന്തെങ്കിലും ചെയ്യാം. ആ അമാവാസി എന്നുള്ളത് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. അത് അടുത്ത പൗർണമിയിലേക്ക് ചവിട്ടുപടിയാണ്. അമ്പലത്തിൽ പോയി ചെയ്യണം. അങ്ങനെയാണ്. എന്തിനാണ് വീടുകളില് ബ്രെയിൻജി കേക്ക് ഉണ്ടാവും. എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാവരും പഠിപ്പിക്കണം ബലിയിടാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഞങ്ങള് കഴിഞ്ഞ 2 വർഷമായിട്ട് പഠിപ്പിച്ച അമ്മമാര് സ്വയം ബലിയിടുന്നുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അവരൊക്കെ സ്വന്തം ഇടുന്നുണ്ട്. വീട്ടുമുറ്റത്തും ഈ പറയുന്ന കടൽക്കരയിലൊക്കെ പോയി ഇടുന്നുണ്ട് അവർ. രാവിലെ ബലിയിടണം അല്ലേ? ബലിയിടണം. വൈകിട്ട് നിങ്ങൾ കുലദേവതാ ക്ഷേത്രം നിങ്ങൾ സന്ദർശിച്ചിരിക്കണം. ഒരു സംശയം, ഇപ്പൊ ഞങ്ങൾക്ക് കുലദേവത അല്ലെങ്കിൽ കുടുംബക്ഷേത്രം അതിനെപ്പറ്റി ആർക്കും അറിയുന്നില്ല. ഇപ്പൊ ഒരു ജ്യോത്സ്യരുടെ അടുത്ത് പോകുമ്പോഴും അവര് പറയും കുടുംബദേവതേനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മളിപ്പോ ഉള്ള തലമുറയിലുള്ള ആൾക്കാർക്ക് അത് എവിടെയാ എന്താന്ന് അറിയുന്നില്ല. ആർക്കും അറിയില്ല അതിനെപ്പറ്റി. സങ്കല്പിച്ച് ചെയ്യൂ. ആദിപരാശക്തിയെ ദേവിയുടെ വിവിധ ഭാവങ്ങളാണ് ഇതൊക്കെ. കുലദേവതയായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ദശമഹാവിദ്യകൾ കാളിയിൽ തുടങ്ങും. കാളി എന്ന് പറഞ്ഞാൽ എന്താ? സ്രോതസ്സാണ്, എല്ലാത്തിന്റെയും ഉറവിടം അവളാണ് കാളി. അങ്ങനെ വിവിധ ഭാവങ്ങളാണ്. അപ്പൊ അതുപോലെ ആദിപരാശക്തിയുടെ ഭാവത്തിൽ നമുക്ക് ബലിയിടാം, പിതൃക്കളെ ഓർത്ത് ബലിയിടാം. കുടുംബക്ഷേത്രത്തിൽ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിൽ പോയി നമുക്ക് മനസ്സുകൊണ്ട് ആ ദേവതാ സങ്കല്പത്തിനോട് പറയാം. നമസ്കാരം. ഒരു സംശയം ചോദിച്ചോളൂ. പറയൂ. നേരത്തെ അവിനാഷ്ജി പറഞ്ഞിരുന്നു, നമ്മള് 38 മിനിറ്റ് ജപിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രാണായാമം നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പ്രവാസിയാണ്. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ പ്രോകാസ്റ്റും ഇന്നത്തേക്കും കഴിഞ്ഞപ്പോഴത്തേക്ക് കളഞ്ഞുപോയെന്തോ ഒന്ന് തിരിച്ചു കിട്ടിയ അവസ്ഥയിലിരിക്കണം. അപ്പോ നമ്മളങ്ങനെ മനസ്സിലാണ് ജപിക്കുന്നതെങ്കിൽ ഈ പ്രാണായാമം നടക്കുമോ? അതോ നമ്മള് ഉച്ചത്തിനാണോ നാമം ജപിക്കേണ്ടത്? മനസ്സിൽ ജപം നമ്മൾ പറയുന്ന അത്ര എളുപ്പമല്ല കേട്ടോ. പറയുന്ന അത്ര എളുപ്പമല്ല മാനസിക ജപം. കാരണം ഈ മനസ്സിനെ എന്താണ് മനസ്സിലെന്ന് ഉദ്ദേശിച്ചത് ശബ്ദമില്ലാതെ. കാര്യം ഞാനൊരു ഉപാംശമായിട്ട് ജപിക്കാം, കുഴപ്പമില്ല. ഉപാംശമായിട്ട് ജപിക്കാം. പക്ഷെ പ്രാണായാമം വരുന്നത് കുറച്ചുകൂടെ ഈ പറയാം, സ്വന്തം കാതുകൾക്ക് കേൾക്കാനെങ്കിലും
പാകത്തിൽ നമ്മൾ ജപിക്കാൻ ശ്രമിക്കുക. അപ്പോഴീ പറയുന്ന ആ ഒരു ഇഫക്റ്റ് നമുക്ക്, കാരണം ശ്വാസത്തിന് നമുക്കറിയാലോ, നമ്മളെ ശ്വാസം എപ്പോഴാണ് ആ ഗതി കൂടുതൽ വരിക, നമ്മുടെ ശരീരം എന്തെങ്കിലും ഒരു പ്രവൃത്തി തലത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോഴാണ്. മാനസിക തലത്തിലാണ് ഏറ്റവും ഗുണം. പക്ഷെങ്കിൽ അത് ഈ പറയുന്ന ആ ഓടുന്ന മനസ്സിനെ പിടിച്ചു കെട്ടാൻ പാകത്തിൽ നമ്മുടെ മനസ്സ് സ്ട്രോങ് ആയിരിക്കണം. അത് ഈ അഭ്യാസം കൊണ്ട്, എനിക്ക് അറിയില്ല അങ്ങനെ വേറെ എന്തെങ്കിലും ഉപാസന ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മാനസികമായിട്ടുള്ള ജപമാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അത് നമ്മൾ പരിശീലിച്ച് എത്തേണ്ട ഒരു ഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു തലമാണ്. എനിക്കറിയില്ല അങ്ങയുടെ എന്താ പറയാ ഉപാസന തലം എനിക്ക് അറിയില്ല. അങ്ങനെ കഴിവുള്ള ഒരു മനസ്സിന് ഉടമയാണെങ്കിൽ മാനസിക ജപമാണ് ഈ പറയുന്ന ജപത്തെക്കാൾ ഏറ്റവും ഫലപ്രദം. നമസ്കാരം ജി. ഒരു നമസ്കാരം. നമസ്കാരം. സംശയമുള്ളത്, ഞാൻ ഇവിടെ ദുബായിൽ കുറച്ച് പേര് നമ്മളിത് ക്ലാസ്സിനുണ്ട്. അപ്പോൾ കുറെ വർഷങ്ങളായിട്ട് ഇത് ജപിക്കുന്നതാണ്. ദീക്ഷ അപ്പോൾ അവസാനമാണല്ലോ തരുന്നത്. നമുക്കിപ്പോൾ നാട്ടിൽ വരുമ്പോഴല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഈ പഠിക്കുമ്പോൾ ഋഷ്ണ്യാദി ന്യാസം പഠിക്കുമല്ലോ. അപ്പോൾ അത് ഋഷ്ണ്യാദി പഠിച്ച അപ്പോൾ തൊട്ടും നമുക്ക് ഇത് ആ രീതിയിൽ ചെയ്യാൻ സാധിക്കുമോ ദീക്ഷയ്ക്ക് മുമ്പായിട്ട്? ദീക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ന്യാസവിധി പ്രകാരം ചൊല്ലാം. അതിന് പ്രത്യേകിച്ച് ദീക്ഷയില്ല. ദീക്ഷ നമ്മൾ ഈ പറയുന്ന അവസാനം ഇതൊക്കെ നിങ്ങൾ അഭ്യസിച്ച് നിങ്ങൾക്ക് പൂജയും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള, നമ്മൾ പറയില്ല, അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഗേറ്റ് വേ പോയിന്റിലാണ് നമ്മൾ ആ ദീക്ഷ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ദുബായിലാണെങ്കിലും നമുക്ക് ആലോചിക്കാം. കാരണം നമ്മുടെ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്, ദുബായിലുണ്ട്. നമുക്ക് അത് പ്രേംജിയായിട്ട് സംസാരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് പ്രേംജിയായിട്ടൊന്ന് എത്ര പേരുണ്ട് എന്നുള്ളതൊന്ന് അറിയിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിലും നോക്കാം. ഇവിടെ കുറച്ച് പേര് അല്ല, വളരെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് പേരുണ്ടല്ലോ, കുറച്ച് അല്ല അതന്നെ, അത് നോക്കാം. നമുക്ക് അത് പ്രേംജിയായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ, ഞാൻ അതാ പറഞ്ഞത്, നമ്മൾക്ക് എക്സ്ട്രാ ഓർഡിനറി കേസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരമാവധി നമ്മൾ പറഞ്ഞില്ല, പരമാവധി ഇതൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ ശ്രമം. അല്ല, ദുബായിൽ നമ്മൾ കുറച്ച് പേരുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് നമുക്ക് ആലോചിക്കാം. അത് പ്രേംജിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. റിലേറ്റീവ്സ് തന്നെ ഒരു 5-6 പേര്, എന്റെ തന്നെ റിലേറ്റീവ്സ് ഒരു 5-6 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ പേരുണ്ട് പറഞ്ഞറിഞ്ഞ ഒത്തിരി. സന്തോഷം. നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും നമ്മുടെ സംസ്കാരം കൂടെ കൊണ്ടുപോകണമെന്ന് പറയും അല്ലെ. ഏത് ഭാഗത്തായാലും നമുക്കറിയുന്ന തന്നെ, കന്യാകുമാരിയില് പാറയിൽ പോയി ധ്യാനം ചെയ്ത് ചിക്കാഗോ വരെ നമ്മുടെ ആർഷ പാരമ്പര്യത്തെ കൊണ്ടുവന്ന ഒരു മഹാസന്യാസി വരെയില്ലേ നമുക്ക്. അതുവഴിയാണ് ശരിക്കും ലോകം എന്താണ് നമ്മളിന്ന് അറിഞ്ഞത്. ഇന്ന് ഭാരതീയന് എന്തെങ്കിലും അഭിമാനം മറ്റ് സംസ്കാരങ്ങൾ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആധുനിക കാലത്ത് വിവേകാനന്ദൻ എന്ന ആ മഹാപുരുഷന്റെ പ്രയത്നമാണ്. അപ്പൊ നിങ്ങൾ പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത് അതാണ്, നിങ്ങൾ എവിടെ ചെന്നാലും ആ ഒരു നമ്മുടെ സംസ്കാരം അത് കൂടെ കൊണ്ടുപോകണം. ആ ഒരു ഗുണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കണം. തീർച്ചയായിട്ടും. അതെ, ഞങ്ങളുടെ മക്കളും ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. സന്തോഷം. ഞങ്ങള് 10-22 വർഷം മുമ്പേ തൊട്ട് ചൊല്ലുന്നുണ്ട്. ഋഷിന്യാദിനാസം ചൊല്ലി പോകുന്നതേ ഉള്ളായിരുന്നു, ന്യസിക്കുന്നില്ലായിരുന്നു, അറിയാത്തത് കൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന്. ന്യസിക്കണം. ന്യസിച്ച് നമ്മൾ ദേവതയായി ഉയരണം. നമ്മൾ വെറും ഈ പറയുന്ന ഈ അമ്മയായിട്ടല്ല ചൊല്ലേണ്ടത്, സാക്ഷാൽ ദേവിയായിട്ടാണ് നമ്മൾ ചൊല്ലുക. ദേവിയായി എന്റെ ഉള്ളിലുള്ള ദേവിയോടാണ് ഞാൻ സംവദിക്കുന്നത്. അടുത്തിടെയും ഇത് എങ്ങനെ ദീക്ഷ എടുക്കുമെന്ന് ആലോചിച്ചാൽ ഈ പറഞ്ഞ മാതിരി ശക്തമായിട്ട് മനസ്സിൽ ആ ചിന്തയുമായിട്ടിരുന്ന സമയത്ത് ഞാനും അതെ, ഹസ്ബൻഡും അതെ, ബ്രദറും ഒക്കെ അതെ, ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് വീഡിയോ കാണുന്നത്. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പിന്നെ അപ്പോഴും ഇതെങ്ങനെ ഒരു കോണ്ടാക്ട് കിട്ടും ദീക്ഷ എടുക്കാൻ ആലോചിച്ചെന്ന് കൈ അറിയാതെ ലിങ്കിൽ ടച്ച് ചെയ്ത് പെട്ടെന്ന് ജോയിൻ ആയത്. അപ്പം ഞാൻ വിചാരിച്ചു ദേവി തന്നെ അപ്പം തന്നെ ജോയിൻ ചെയ്തതാ, എനിക്ക് യോഗ്യനായിട്ട് ഒരാളെ കിട്ടി ദീക്ഷ എടുക്കാൻ എന്ന് മനസ്സ്. അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യം, ദേവി ചെയ്യിപ്പിച്ച മാതിരിയാണ്. അതാണ് ഞാൻ കുറച്ച് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. മനസ്സിന് ശക്തമായി നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും ദേവി അത് നടത്തി തരും. അത് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച ഒരാൾ കൂടെയാണ്. എന്ത് ആഗ്രഹിച്ചാലും നമ്മൾ അതിന്റെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ദേവി നമ്മളെ ഇതേ ചിന്തയില് ഞാൻ അത് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ പിന്നെ ഹസ്ബൻഡിനോട് ജോയിൻ ചെയ്ത്, അപ്പം പുള്ളിക്കും അതേ മനസ്സായിരുന്നു. അപ്പം ബ്രദറിനോട് പറഞ്ഞു, അപ്പോൾ അവർ ആ നിമിഷം അതിനെക്കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ദേവിയുടെ. എന്തായാലും ദേവിയുടെ അനുഗ്രഹമുള്ള കുടുംബങ്ങളായിരിക്കും. നിങ്ങൾ ഈ പറയുന്ന പോലെ എത്തിക്കുക, പരമാവധി ആളുകളിലേക്ക് ഈ വിദ്യക്ക് എത്തിക്കുക. എല്ലാവരും സാധകരാവട്ടെ, എല്ലാവരുടെ ജീവിതത്തിലും നല്ല സമൃദ്ധി ഉണ്ടാവട്ടെ. കാരണം നമ്മള് തപസ് ചെയ്യുന്ന ആളുകളായി മാറട്ടെ.
അതെ, നമുക്ക് സൗന്ദര്യലഹരിയും അതുപോലെ പഠിക്കാൻ താല്പര്യമുണ്ട്. ദേവിമാന്മ ഓൾറെഡി എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ശരിക്കും ഈ ക്ലാസ്സിൽ തന്നെ വന്നത് ഞങ്ങളുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ അതിൽ കമന്റ് ചെയ്തിട്ടാണ്, നമ്പർ വേണം, പഠിക്കണം എന്ന് താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് പിന്നെ ശരിക്കും വന്നാൽ ഇതൊന്ന് പ്രൊഫഷണലി ചെയ്യാം എന്ന് വളരെ വിശദമായി ഒരു മണ്ഡലിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാം എന്ന് നമ്മളും തീരുമാനം എടുത്തത്. അപ്പൊ അത് ദേവി നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഈ പറയുന്ന പോലെ നമ്മൾ തന്നെ വിചാരിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഇത്രയും ആളുകൾ കണ്ട്, പല ആളുകളും ഈ പറയുന്ന പോലെ സ്റ്റേറ്റ്സ് നിന്ന് വരെ, യൂറോപ്യൻ കൺട്രീസ് നിന്നും സ്റ്റേറ്റ്സ് നിന്നും പ്രവാസികളും നാട്ടിൽ നിന്നും പല ദിക്കിൽ നിന്നും ഒക്കെ ആളുകൾ വിളിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും ആളുകൾ ഇത് കൊതിച്ചിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ അത് വലിയൊരു ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. തീർച്ചയായും ദേവി ഉണ്ടാവും കൂടെ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ദേവിയെ അനുഭവിക്കാം. അതെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ സംശയം? ഇനി ഗുരുജി ഭക്ഷണം കഴിക്കണമെന്നാണ് ആഗ്രഹം. സന്തോഷം അല്ലെ. ആർക്കെങ്കിലും കാരണം ഇതിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടാവുകയും, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സമയക്രമം നോക്കാത്തത്. കാരണം ചില ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഒരാൾക്കും ഒരു അറിവ് നിഷേധിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞില്ല. ഞങ്ങള് നമ്മുടെ നിവൃത്തികേട് കൊണ്ടാണ് ഇത് ഈ പൈസ ഇത്രയെങ്കിലും വാങ്ങിക്കേണ്ടി വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ചെയ്യണം എന്ന് തന്നെയാണ്. പക്ഷെങ്കിൽ ഇന്നുള്ള ഒരു ക്രമം, കാരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് സൂമിന് ഒരുപാട് പൈസ ചെലവാക്കണം, ആപ്പ് ഡെവലപ്പ് ചെയ്ത്. കാരണം വെറും ഒരു ക്ലാസ് ആയിട്ടല്ല ഇത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 3 വർഷം ഇത് ഇങ്ങനെ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾ സ്വായത്തമാക്കി ജീവിതത്തിന്റെ ഭാഗമാവണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ വ്യവസ്ഥകൾക്ക് അനുസരിച്ച് ചെയ്യാൻ നല്ലൊരു പൈസ ആവശ്യമുള്ളത് കൊണ്ടാണ് ശരിക്കും മനസ്സില്ലാ മനസ്സോടെങ്കിലും ഈ പൈസയെങ്കിലും വാങ്ങിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഒരു വിദ്യയും ആർക്കും നിഷേധിക്കാൻ പാടില്ല. കാരണം ഋഷീശ്വരന്മാരായിട്ട് നമുക്ക് കൊണ്ടുതന്ന ഒരു അറിവല്ലേ. അല്ല, ഈ വിദ്യ പഠിക്കുന്ന ഒരാള് പിന്നെ ഒരു 100 പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യം. അല്ല, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതാണ്. കാരണം അത് മാത്രമല്ല, ഒരു കാര്യം പറയാൻ നമുക്ക് ഇതില് എനിക്ക് തോന്നുന്നൊരു ഇപ്പോ ഏകദേശം ഒരു 12 പേരെങ്കിലും നമ്മളിപ്പം ഇതിന് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കാരണം പല അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്. അപ്പം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിത് പഠിച്ച് നിങ്ങൾക്ക് ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്ന ഒപ്പം തന്നെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നിടത്താണ് ഇതിന്റെ വിജയം. തീർച്ചയായിട്ടും. ഒത്തിരി സന്തോഷം. അവിനാഷ്, നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഞങ്ങൾക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗുരുവായൂരൊന്ന് പോകണമെന്നുണ്ട്. നാളെ എന്താ പറയാ, ഏകാദശിയാണ്. അപ്പം 3 മണിക്ക് അവിടെ എത്തണം എന്നൊരു ചിന്ത ഉണ്ട് എന്തായാലും. അപ്പൊ എല്ലാവർക്കും നന്ദി, പങ്കെടുത്തല്ലോ എല്ലാവർക്കും. എന്തെങ്കിലും ഓഫീസും ക്വസ്റ്റ്യൻസ് നമുക്ക് മെസ്സേജ് അയക്കണം. അയച്ചു കഴിഞ്ഞാൽ 24 hours ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പം നേരത്തെ ദുബായിൽ നിന്ന് പറഞ്ഞ പോലെ ഒരു 15-ാം തീയതി ഉള്ളത് മാക്സിമം ഒരു 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക, 3 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്യാനുണ്ട്. ചില ആൾക്കാർ സാലറി മന്ത് എൻഡാണ് വരുന്നത്. അപ്പം അങ്ങനെ കുറേ റിക്വസ്റ്റ് നമുക്ക്, കാരണം നമ്മൾ ഫ്രീ പറയുമ്പോഴും ചില ആൾക്കാർക്ക് ഒരു വിമുഖതയുണ്ട് ജോയിൻ ചെയ്യാൻ. അപ്പോൾ ബുദ്ധിമുട്ട് പറഞ്ഞാൽ പോലും നമ്മൾ ഇമ്മീഡിയറ്റ് ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാ സഹകരണത്തിനും നന്ദി. ഇനി വരുന്ന പോഡ്കാസ്റ്റുകളും കാണാം. കാരണം മാക്സിമം അവിനാശി പറഞ്ഞ പോലെ ഒരു ലക്ഷ്യം എന്താ വെച്ചാൽ ഈ ഒരു മേഖലയിലുള്ള എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരിക. അതിലൂടെ നമുക്ക് എല്ലാവർക്കും വേണ്ട അറിവ് വളരെ ലെജിറ്റിമൈസ് ആയിട്ട് സസൂക്ഷ്മം. കാരണം അവിനാശി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു 2-3 മാസമായി ഇവിടെ തന്നെ ഫാമിലി എല്ലാം വിട്ട് ഫാമിലി പുള്ളിനെ കാണാൻ ഇങ്ങോട്ട് വരിക ചെയ്യുന്നത്. എന്താ വെച്ചാൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് ബുക്ക് റെഫർ ചെയ്യുന്നത്. മാക്സിമം ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാം. നിങ്ങളിപ്പം പൈസ മേടിക്കുന്നതിനേക്കാൾ ഉപരി ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ പഠിച്ചൊരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം പ്രാക്ടീസ് ചെയ്താൽ യു ക്യാൻ ബിക്കം എ ടീച്ചർ. വെരി സിമ്പിൾ. ഒത്തിരി നന്ദി അവിനാശി. നമുക്ക് നിർത്തിയാലോ അല്ലേ? എല്ലാവർക്കും നന്ദി. എല്ലാവരുടെ ജീവിതത്തിലും ലളിതയുടെ അനുഭവം ഉണ്ടാവട്ടെ. പരമാവധി ആളുകൾ ഇത് സ്വായത്തമാക്കട്ടെ. അങ്ങനെ വരുന്ന ഒരു വലിയൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. അതിനെ സർവേശ്വരി അനുഗ്രഹിക്കട്ടെ. ഇനിയും നിങ്ങളോട് സംവദിക്കണമെന്നുണ്ട്. സമയക്രമമാണ്. ഈ പറയുന്നത് ഗുരുവായൂരത്തിനൊന്ന് കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് എന്തായാലും ഈ ഒരു സെഷൻ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. സമയം പോലെ ഞങ്ങൾ എന്തായാലും അതിന് മറുപടി തരും. ഇനിയും നിങ്ങളുടെ സഹകരണങ്ങളും ആവശ്യമാണ്. ഇനിയും ഒരുപാട് കോഴ്സസ് ഞങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.